ഒന്നിനെയും ദ്വേഷിക്കാത്തവനും എല്ലാത്തിനും മിത്രമായിരിക്കുന്നവനും എല്ലാവരിലും ദയവുള്ളവനും സുഖദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവനും എന്തും സഹിക്കുന്നവനുമായിരിക്കും ഭക്തൻ എന്നാണ് ആ ഗീതാവചനം. അതിന് നിരക്കുന്ന ഭക്തിയുള്ളവരാണ് ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്നത്. അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഗീത ഉദ്ധരിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതാണിത്. വെള്ളാപ്പള്ളി നടേശനെ സ്വന്തം വാഹനത്തിൽ ആനയിച്ച് വേദിയിലിരുത്തിയാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത്. മന്ത്രി വി എൻ വാസവനാകട്ടെ ക്ഷണത്തിന് മറുപടിയായി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വേദിയിൽ വായിക്കുന്നു. അയ്യപ്പ സംഗമം മതാതീത മാനവ സംഗമമായിരുന്നു. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മോടൊപ്പം അതിഥികളായി CPM വക്താവ് PK ഗോപൻ, കോൺഗ്രസ് വക്താവ് നിജേഷ് അരവിന്ദ്, പല നിരീക്ഷകൻ ഷാബു പ്രസാദ്, സാമൂഹിക നിരീക്ഷകനും എഴുത്തുകാരനുമായ ഡോക്ടർ TS ശ്യാംകുമാർ എന്നിവർ. ആദ്യം PK ഗോപനിലേക്ക്. ഗോപൻ, ഇവിടെ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് എന്താണ്, സർക്കാർ ഈ സംഗമം കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് എന്ന് ഇതിനു മുമ്പേ തന്നെ വി എൻ വാസവനും മുഖ്യമന്ത്രിയും ഒക്കെ വിശദീകരിച്ചതാണ്. അതൊരു മതാതീത മാനവ സംഗമമാണ്, ശബരിമലയുടെ സന്ദേശം ലോകത്തിനു മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു സംഗമമാണ് എന്നാണ്. പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ ആദ്യം പ്രസംഗിക്കാൻ ക്ഷണിക്കുന്നു. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രി പളനിവേൽ ത്യാഗരാജ് നോക്കി നിൽക്കുന്നു, അദ്ദേഹം അസ്വസ്ഥനാകുന്നു. അതൊരു വെള്ളാപ്പള്ളിക്ക് വേണ്ടിയുള്ളൊരു സംഗമമായി തോന്നിയോ, അതൊരു മതാതീത സംഗമമാണെന്നത് എങ്ങനെയാണ്? യോഗിയുടെ സന്ദേശമൊക്കെ അഭിമാനത്തോടെ വായിക്കുന്ന വി എൻ വാസവൻ, നിങ്ങൾ ഇതിനെങ്ങനെ കാണുന്നു? ശരി, ഞാൻ ഗോപനിലേക്ക് വരാം. ഗോപനുമായിട്ടുള്ള കണക്ഷൻ പെട്ടെന്ന് ശരിയാക്കണം. ശ്രീ നിജേഷ് അരവിന്ദ്, ഈ സംഗമത്തിൽ തീരെ ആളുണ്ടായാലും ഇത് പരാജയമായിരുന്നു എന്നൊക്കെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. മറ്റുള്ളവരുടെ ഭക്തിയെ കളിയാക്കുകയാണ് മുഖ്യമന്ത്രി എന്ന് VD സതീശനും ആരോപിക്കുന്നു. അവിടെ ആളുകളുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോഴും സദസ്സിലേക്ക് ആളുകളുണ്ടായിരുന്നല്ലോ. ഞാൻ CPM പ്രതിനിധിയുടെ പ്രതികരണം കേൾക്കാനായിരുന്നു ആഗ്രഹിച്ചത്. ഒരു ശരണം വിളിയോടുകൂടിയാണോ അദ്ദേഹം തുടങ്ങുക എന്ന കൗതുകമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതേതായാലും സാങ്കേതിക തകരാറ് കൊണ്ട് നഷ്ടപ്പെട്ടു. ഏതായാലും അതിൻ്റെ ഒബ്ജക്റ്റീവ് പൂർത്തീകരിച്ചു എന്നാണ് നേരത്തെ മന്ത്രി പറഞ്ഞത്. ഏത് ഒബ്ജക്റ്റീവാണ് പൂർത്തീകരിച്ചത്, അഥവാ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിട്ട് വിളിച്ച ഈ പരിപാടിയുടെ ലക്ഷ്യം? ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാനപരമായ നയം എന്താണ്? ഭഗവത്ഗീതയെ ഉദ്ധരിച്ച മുഖ്യമന്ത്രിയെയും വെള്ളാപ്പള്ളിയോടൊപ്പം വന്ന മുഖ്യമന്ത്രിയൊക്കെ നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് എന്തായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം? അതിനെന്ത് ചർച്ച നടന്നു? എന്താണ് അതിൻ്റെ റിസൾട്ട്? എന്തായിരുന്നു ആ വേദിക്കകത്തേക്ക് എന്തുകൊണ്ട് ആളുകൾ കടന്നു വന്നില്ല? കേവലം 600 ആളുകളിലേക്ക് അത് ഒതുങ്ങിപ്പോയി. എന്തുകൊണ്ട് മാധ്യമങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ചർച്ച നടത്തി? ചർച്ചയുടെ റിസൾട്ട് എന്താണ്? എന്തെങ്കിലും പുതിയ ചർച്ച നടന്നോ? എന്തെങ്കിലും മുന്നോട്ട് വെക്കാനുണ്ടോ? തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രായശ്ചിത്തം എന്ന് വേണമെങ്കിൽ പറയാമെന്നാണ് അയ്യപ്പ ഭക്തർ പറയുന്നത്. കാരണം 5-6 വർഷം മുമ്പ് കാട്ടിക്കൂട്ടിയ ഒരുപാട് കോപ്രായങ്ങളുണ്ടായിരുന്നു ശബരിമലയ്ക്കകത്ത്. ഞങ്ങളുടെ നിലപാട് ഇതാണ്, പിന്നെ കേരളത്തിലൊരു വനിതാ മതിൽ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. അന്നുള്ള നിലപാട് തന്നെയാണോ ഇന്നത്തെ നിലപാട്? ഞാൻ സാഹൂതം വീക്ഷിക്കുകയായിരുന്നു. എത്ര സ്ത്രീകളുണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിൽ? സ്ത്രീകളുടെ നിലപാട് എന്താണ്? അന്നത്തെ നിലപാടും ഇന്നത്തെ നിലപാടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, വ്യത്യാസമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും നമുക്ക് ആത്യന്തികമായി പറയാം, ഒരു കാര്യത്തിൽ അടിത്തറയിട്ട് ഉറപ്പിക്കാൻ വേണ്ടി CPMന് സാധിച്ചിട്ടുണ്ട്. യോഗി ആദിത്യനാഥിൻ്റെ കത്താണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. കേരളം ഇന്ത്യ രാജ്യം ഇന്ന് കണ്ട BJPയുടെ ഏറ്റവും വക്താവ് എന്ന് പറയുന്ന ബുൾഡോസർ രാജ്യം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ വലതുപക്ഷ വർഗീയതയുടെ വക്താവായിക്കൊണ്ട് അറിയപ്പെടുന്ന യോഗി ആദിത്യനാഥിൻ്റെ കത്തിന് കിട്ടിയ ഒരു പ്രാധാന്യം കേരളത്തിലെ ആകെയുള്ള ഒരു CPM സർക്കാർ അതിനെ വലിയ പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ നയമാറ്റം, വെള്ളാപ്പള്ളി നടേശൻ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും പറയുന്നില്ലെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ കുറച്ചു കാലമായി എടുക്കുന്ന നിലപാട് ശുദ്ധ വർഗീയതയാണ് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു തർക്കവുമില്ല. കോഴിക്കോട് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. നൗഷാദിൻ്റെ മരണം മുതൽ ഇങ്ങോട്ട് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ എവിടെ എത്തി എന്നുള്ളത് കാണിക്കാം. അപ്പോൾ CPMൻ്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി സർക്കാരിൻ്റെ പണം മുടക്കിക്കൊണ്ട് ഒരു ഏർപ്പാടായിരുന്നു. അതിനപ്പുറത്തേക്ക് ആഗോളം എന്ന് പേരിട്ടു എന്നതിനല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും അവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് സംഭവിച്ചു. കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ജനങ്ങൾ വരവേൽക്കുന്നതിൻ്റെ ഒരു സൂചന അവിടെയും നമ്മൾ കണ്ടു. ഒഴിഞ്ഞ കസേരകളായിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസംഗം നടക്കുമ്പോൾ തന്നെ ആളുകൾ ഇറങ്ങിപ്പോയി. ഭക്ഷണശാലയിൽ അത്യാവശ്യം അടിയുണ്ടായിരുന്നു എന്നാണ് കേട്ടത്. അതിനപ്പുറത്തേക്ക് ഒന്നും മുന്നോട്ട് വെക്കാൻ സാധിക്കാതെ പോയ ഒരു സംഘമാണ്. ഏതായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ ശരണം വിളി വളരെ ആത്മാർത്ഥമാണ് എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇത് നിലനിർത്തി പോകണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി കൂടിയുള്ള ശരണം വിളിയാണ് എന്നാണ് തോന്നുന്നത്. ഏതായാലും ഇത് കേരളത്തിൽ യാതൊരു ചലനവും ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു കാപട്യത്തെ കേരളത്തിലെ ജനതയ്ക്ക് മുമ്പിൽ തുറന്നു കാണിക്കാൻ വേണ്ടി നമ്മൾക്ക് സാധിച്ചു. ശ്രീ ഗോപൻ, അങ്ങനെ കേൾക്കാമെങ്കിൽ മതാതീതാത്മീയത ഉയർത്തിപ്പിടിക്കുന്ന
ശബരിമലയുടെ സന്ദേശം ലോകത്തിനു മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ഒരു അയ്യപ്പ സംഗമം എന്നാണ് സർക്കാർ ഈ പരിപാടിക്ക് മുമ്പും പരിപാടിക്കിടയിലും മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലും എല്ലാം പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശനെ വാഹനത്തിൽ ആനയിച്ച് സ്റ്റേജിൽ കൊണ്ടുവന്ന് യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചുകൊണ്ട് എന്ത് മതാതീത ആത്മീയതയെക്കുറിച്ചാണ് ശബരിമലയെ സാക്ഷി നിർത്തി സർക്കാർ പറയുന്നത്? അത് മാത്രമേ കണ്ടുള്ളൂ. വെള്ളാപ്പള്ളി നടേശൻ വന്നതും യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശവും മാത്രമേ ശ്രദ്ധയിൽപ്പെട്ടുള്ളൂ. വെള്ളാപ്പള്ളി നടേശനും ശ്രീ സുകുമാരൻ നായരും എല്ലാം കേരളത്തിലെ, അതുപോലെ ശ്രീ പുന്നല ശ്രീകുമാറും എല്ലാം കേരളത്തിലെ സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാർ ഇത് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇതിനെ എതിർത്തുകൊണ്ടിരുന്ന കോൺഗ്രസിൻ്റെയും BJPക്കും വലിയ വിഷമതയുണ്ടായത് നമ്മൾ കണ്ടതല്ലേ. ഇവരാദ്യം പറഞ്ഞത് സ്റ്റാലിൻ പങ്കെടുക്കുമെങ്കിൽ ഞങ്ങൾ അതിനെ എതിർക്കുന്നു എന്നാണ് പറഞ്ഞത്. സ്റ്റാലിൻ പങ്കെടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പ്ലേറ്റ് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം, യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാരിൽ പലർക്കും ഗവൺമെൻറ് ഇതിൻ്റെ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ സന്ദേശം അയച്ചിരുന്നു. കേരളത്തിലെ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല മുഖ്യമന്ത്രിമാർക്കും അയച്ചിട്ടുണ്ട്. അതിൽ തമിഴ്നാട്ടിൽ നിന്ന് 2 മന്ത്രിമാർ പങ്കെടുത്തല്ലോ. യോഗി ആദിത്യനാഥിന് മാത്രമേ അറിയത്തുള്ളൂ. തമിഴ്നാട്ടിലെ IT മന്ത്രിയും പങ്കെടുത്തു, ദേവസ്വം വകുപ്പ് മന്ത്രിയും പങ്കെടുത്തു. കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തത് തമിഴ്നാട്ടുകാരാണ്. അവർ 1545 ആളുകൾ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം പങ്കെടുത്തെന്ന് വൈകുന്നേരം ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി അത് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു, അല്ലെങ്കിൽ അത് വെളിപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ മാത്രം ഇത്രയും മുറുക്കെ പിടിക്കുന്ന എന്തിനാ? അത് BJPക്ക് യോഗി ആദിത്യനാഥ് വന്നായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വേദിയിൽ ഇടം കിട്ടുമായിരുന്നു അല്ലേ ശ്രീ ഗോപൻ? യോഗി ആദിത്യനാഥ് ഈ സംഗമത്തിൽ പങ്കെടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വേദിയിൽ ഇടം കിട്ടുമായിരുന്നു. തർക്കം എന്താ കാര്യത്തിൽ? ഇത് രാഷ്ട്രീയ, അവിടെയാണ് എന്റെ ക്വസ്റ്റ്യൻ. അതായത് ഇത് ദേവസ്വം ബോർഡ് നടത്തിയ പരിപാടിയാണ്. അങ്ങ് പറയുന്നത് പോലെ ദേവസ്വം ബോർഡ് നടത്തിയ പരിപാടിയാണ്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് PS പ്രശാന്താണ്. അദ്ദേഹത്തിന് പാർട്ടിയുമായി ബന്ധമുള്ള, അദ്ദേഹം പാർട്ടിക്കാരനാണ്. അതായത് CPM കാരനായ PS പ്രശാന്ത് നയിക്കുന്ന ദേവസ്വം ബോർഡിന്, ആ ദേവസ്വം ബോർഡിൻ്റെ സ്പോൺസറായ അല്ലെങ്കിൽ അതിൻ്റെ രക്ഷാധികാരിയായ സർക്കാരിന് യോഗി ആദിത്യനാഥ് കേവലം ഒരു UP മുഖ്യമന്ത്രി മാത്രമാണ്. അദ്ദേഹം പങ്കെടുത്താൽ ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ലാത്ത ഒരു അയ്യപ്പ സംഗമമാണ് നിങ്ങൾ അവിടെ നടത്തിയത്. അങ്ങനെയാണോ? എന്ത് മണ്ടത്തരമൊക്കെ വിളിച്ചു പറയുന്നത്? യോഗി ആദിത്യനാഥ് മാത്രമാണോ അവിടെ വന്നത്? ഞാൻ അതല്ല ചോദിക്കുന്നത്. അവിടെ വന്നവരെല്ലാവരും യോഗി ആദിത്യനാഥ് എന്നല്ല PK ഗോപൻ ഞാൻ ചോദിക്കുന്നത്. യോഗി ആദിത്യനാഥിന്റെ സന്ദേശം അഭിമാനത്തോടെ വായിക്കാൻ മാത്രം, ആ സന്ദേശം വായിക്കാനുള്ള വേദിയാണോ അത്? ആ സന്ദേശം വായിച്ചാൽ ആ അയ്യപ്പ സംഗമത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം, സർക്കാർ പ്രഖ്യാപിച്ച ഉദ്ദേശം സാർത്ഥകമാകുമോ? ഒരു മതാതീത മാനവ സംഘമായി അത് മാറുമോ? അവിടെ യോഗി ആദിത്യനാഥിനെ BJP നേതാവായിട്ടല്ല സ്റ്റേറ്റ്മെന്റ് അയച്ചിരിക്കുന്നത്, മുഖ്യമന്ത്രിയായിട്ടാണ് സ്റ്റേറ്റ്മെന്റ് അയച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തൊരു മുഖ്യമന്ത്രി ആഗോള, ഇപ്പോൾ അതാണോ വലിയ പ്രശ്നം? സ്റ്റാലിൻ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞ് സുപ്രീം കോടതി പോയി, ഹൈക്കോടതി പോയി, എല്ലാം തള്ളിക്കളഞ്ഞ് അവസാനം മറ്റു പലതും പറഞ്ഞ് ഇപ്പോൾ അത് ആഗോള അയ്യപ്പ സംഗമം മനോഹരമായിട്ട് നടന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്നത് യോഗിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ്. യോഗി അതിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നുള്ളത് RSSന് കൊടുത്ത മറുപടിയാണത്. RSS അതിനെ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ BJP ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് എതിർക്കുമ്പോൾ അവരുടെ നേതാവ് തന്നെ അതിന് സന്ദേശം അയച്ച് ആശംസിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ പൊളിറ്റിക് ഇമ്പാക്റ്റ് വേറെ ഉണ്ടോ? അപ്പോൾ അതവിടെ വായിക്കണ്ടേ? യോഗി ആദിത്യനാഥ് വർഗീയവാദിയാണ്, അതുകൊണ്ട് അവിടെ വായിക്കുന്നില്ല. മതേതര സംഘവും, അത് മതവിശ്വാസികളും മറ്റ് മതേതര വിശ്വാസികളും എല്ലാം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായിട്ടുണ്ട്. വർഗീയവാദിയായ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം അദ്ദേഹം UP മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞ് അവിടെ വായിക്കുന്നു. വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി സ്വന്തം കാറിൽ കൊണ്ടുവരുന്ന അദ്ദേഹം സമുദായ നേതാവായതുകൊണ്ടായിരിക്കും, SNDPയുടെ നേതാവാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് വർഗീയതയും പറയാം. അവരെന്ത് വർഗീയതയും പറഞ്ഞിട്ട് അവരുടെ സന്ദേശം നമ്മൾ ഈ സംഗമത്തിൽ വായിക്കും, അവരെ നമ്മൾ വാഹനത്തിൽ കൊണ്ടുവന്ന് ആനയിക്കും. പളനിവേൽ ത്യാഗരാജന് മുമ്പ് തന്നെ അദ്ദേഹത്തെ പ്രസംഗിക്കാൻ വർഗീയത പ്രസംഗിച്ചോ? അവിടെ പ്രസംഗിച്ചോന്നല്ല, അവരെ എന്തിന്റെ പേരിലാണ് PK ഗോപൻ അറിയപ്പെടുന്നത്? യോഗി ആദിത്യനാഥ് അറിയപ്പെടുന്നത് തന്നെ എന്തിന്റെ പേരിലാണ്? വെള്ളാപ്പള്ളി നടേശൻ അറിയപ്പെടുന്നത് എന്തിന്റെ പേരിലാണ് ഇപ്പോൾ? യോഗി ആദിത്യനാഥ് അറിയപ്പെടുന്നത് UP മുഖ്യമന്ത്രി എന്ന പേരിലല്ലയോ? ആണ്. അദ്ദേഹത്തിന്റെ സന്ദേശം എന്ത് നരേഷനാണ് നിങ്ങൾ കൊടുക്കുന്നത്? യോഗി ആദിത്യനാഥിന്റെ ഒരു സന്ദേശം അവിടെ വായിക്കുന്നതോടെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന മതാതീത മാനവ സംഗമം എന്ന വിശേഷണം ഇല്ലാതാവുകയാണ് PK ഗോപൻ. യോഗി ആദിത്യനാഥിന്റെ
വർഗീയ അല്ലല്ല, പരാമർശങ്ങൾ, മതേതര ആ വർഗീയ സംഘം പരാമർശങ്ങൾ തന്നെയാണ് നിരന്തരം അതിന് നടത്തിക്കൊണ്ടിരിക്കുന്ന CPM തന്നെ രാഷ്ട്രീയമായി ഏറ്റവും ശക്തമായി എതിർക്കുന്ന ഏറ്റവും വലിയ മുഖ്യമന്ത്രി അദ്ദേഹം തന്നെയാണ് ഇന്ന് ഇന്ത്യയിൽ. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ സന്ദേശം ഈ സദസ്സിൽ വായിക്കുമ്പോൾ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മതാതീത മാനവ സംഗമം എന്ന വിശേഷണം അയ്യപ്പ സംഗമത്തിന് എങ്ങനെ യോജ്യമാകും? എൻ്റെ അജിംസെ, നമ്മളൊരു കാര്യം നറേറ്റ് ചെയ്യുമ്പം 10 പേർക്ക് ബോധ്യപ്പെടുന്ന, അരിയാഹാരം കഴിക്കുന്ന ബോധ്യപ്പെടുന്നവർക്ക് നറേറ്റ് ചെയ്യണം, വേറെ ഒന്നിനും വേണ്ടി വാദിക്കരുത്. ഇവിടെ നടത്തിയത് ആഗോള അയ്യപ്പ സംഗമം. അതിനകത്ത് നമ്മൾ എടുത്തൊരു നിലപാടെന്ന് പറഞ്ഞാൽ അവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ സഹായിക്കാനും അവിടെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനും എന്തൊക്കെ പ്രപ്പോസൽ വെക്കാം, അത്തരം പ്രപ്പോസൽ വെക്കാൻ പറ്റുന്ന പരമാവധി ആളുകളെ നമ്മളതിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആദ്യം ഉയർന്നു വന്ന പ്രശ്നം അതിൽ NSS സഹകരിക്കുമോ, SNDP സഹകരിക്കുമോ, KPMS സഹകരിക്കുമോ എന്നുള്ള ചർച്ചയൊക്കെ ഉയർന്നു വന്നു. അവർ 3 പേരും വളരെ കൃത്യമായി NSSൻ്റെ ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ അതിൻ്റെ വൈസ് പ്രസിഡന്റ് അതിൽ പങ്കെടുത്തു. NSSൻ്റെ വൈസ് പ്രസിഡന്റ് പങ്കെടുത്തുകൊണ്ട് ആശംസ അറിയിച്ചു. SNDPയുടെ ജനറൽ സെക്രട്ടറിയാണ് അവിടെ പങ്കെടുത്തത്. SNDPയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ സെക്യുലറിസത്തിന് നിരക്കാത്തത് അതിനെ വിമർശിച്ച് തന്നെ കൃത്യമായിട്ട് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, യോഗി ആദിത്യനാഥ് അവിടെ സ്റ്റേറ്റ്മെൻറ്റ് അയക്കുന്നത് RSSൻ്റെ ദേശീയ നേതാവെന്ന അർത്ഥത്തിലല്ല, അദ്ദേഹം UPയുടെ മുഖ്യമന്ത്രി എന്നുള്ള തരത്തിലാണ്. യോഗി ആദിത്യനാഥിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് എതിർത്തുള്ളത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ രാജ്യത്ത് ഈ ഈ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന സമയത്ത് കോൺഗ്രസിനെ ക്ഷണിച്ചപ്പോൾ കോൺഗ്രസ് പങ്കെടുക്കില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഇന്ത്യയിലെ ഒരുവിധ പാർട്ടികളെല്ലാം പങ്കെടുക്കുമെന്നാണല്ലോ പറഞ്ഞത്. ഒരു യഥാർത്ഥ ഭക്തൻ ആരായിരിക്കണമെന്ന് ഭഗവത്ഗീത വാക്യം ഉദ്ധരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്നവർ ആ ഭക്തന്മാരുടെ നിലവാരത്തിലുള്ളവരാണ്, അല്ലാതെ കപടഭക്തന്മാരല്ല. അതായത് വെള്ളാപ്പള്ളി കൂടി മുഖ്യമന്ത്രി സർട്ടിഫൈ ചെയ്യുകയാണ്. ഭഗവത്ഗീത ചൂണ്ടിക്കാണിക്കുന്ന ഭക്തി അതെന്താണ്, അതുള്ള ആളാണ് വെള്ളാപ്പള്ളിയും എന്നാണ് പറയുന്നത്. അങ്ങനെ അഭിപ്രായമുണ്ടോ മുഖ്യമന്ത്രിക്കും CPMനും? നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞ ഈർഷ്യ എന്താ? വെള്ളാപ്പള്ളി പങ്കെടുത്തു, സ്റ്റേറ്റ്മെൻറ്റ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണോ ഈ പ്രശ്നത്തെ വഴിതിരിച്ചു വിടേണ്ടത്? ഈ ആഗോള അയ്യപ്പ സംഗമം ഇല്ലാതാക്കാൻ നടത്തിയ എല്ലാ പരിശ്രമവും പൊളിഞ്ഞ് ഇതിൽ സഹകരിക്കാൻ ഉദ്ദേശിച്ച മുഴുവൻ ആളുകൾ സഹകരിച്ച് വളരെ വിജയകരമായ എൻ്റെ സെഷനുകൾ നടന്ന് അതിന് വളരെ പ്രഗത്ഭരായ ആളുകൾ നേതൃത്വം കൊടുത്ത്, ജയകുമാർ സാറിനെ പോലെ, TK നാരായണൻ സാറിനെ പോലെ, അതുപോലെ പിന്നെ ഉള്ള ആളുകൾ നേതൃത്വം കൊടുത്ത് ഇത് കൺക്ലൂഡ് ചെയ്ത് വളരെ കൃത്യമായ ഒരു അജണ്ട അതിനകത്ത് ചാർട്ട് ഔട്ട് ചെയ്ത് അത് നടപ്പിലാവുന്ന തരത്തിലേക്ക് 18 പേരുള്ളൊരു കമ്മിറ്റി എടുത്ത് ആ കമ്മിറ്റി ഇതിനെ സംബന്ധിച്ച് കോഡിഫൈ ചെയ്ത് ഇത് അടുത്ത ദേവസ്വം ബോർഡിൻ്റെ പരിഗണനയ്ക്കും ഗവൺമെൻറ്റിൻ്റെ പരിഗണനയ്ക്കും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ചു എന്നുള്ള ഏറ്റവും ഉജ്ജ്വലമായ ഒരു നേട്ടം സ്വീകരിച്ചിട്ട് സമാപിക്കുന്ന ഒന്നിനകത്ത് ഈ പൂർണ്ണമായി നെഗറ്റീവ്, സാധാരണ ഒരു നരേഷനകത്ത് ആരെങ്കിലുമൊക്കെ പോസിറ്റീവ് കണ്ടുപിടിക്കും. നിങ്ങൾക്ക് ഇത്രയും അസ്വസ്ഥതയുണ്ടോ ഇതിനകത്ത് നെഗറ്റീവ് മാത്രം കണ്ടുപിടിക്കാൻ വേണ്ടി? എന്തൊരു ചർച്ച നടത്തുന്നത്? വെള്ളാപ്പള്ളി നടേശനെക്കുറിച്ച് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. വെള്ളാപ്പള്ളി നടേശൻ എടുക്കുന്ന നിലപാടിനെക്കുറിച്ച് നമുക്ക് സമയമെടുത്ത് ചർച്ച ചെയ്യാം. ആർക്കാ തർക്കം? അദ്ദേഹത്തിൻ്റെ പല നിലപാടും നമ്മൾ ശക്തമായി വിമർശിക്കേണ്ട നിലപാടാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സമുദായ സംഘടനയെ പൂർണ്ണമായിട്ടും വർഗീയവൽക്കരിക്കാതിരിക്കാനുള്ള ഒരു കരുതൽ കൂടി കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് നിലമ്പൂരിനടുത്തുള്ള വണ്ടൂരിൽ വെള്ളാപ്പള്ളി നടേശൻ വന്ന് നടത്തിയൊരു വിദ്വേഷ പ്രസംഗമുണ്ട്. ആ വിദ്വേഷ പ്രസംഗം നടത്തിയതിനു ശേഷം നിലമ്പൂർ തെരഞ്ഞെടുപ്പിലോ പോട്ടെ അതിനുശേഷം പോകട്ടെ ഒരു വാക്ക് CPMോ സർക്കാരോ ഒന്നും പറഞ്ഞിട്ടില്ല. PK ഗോപൻ ഒരൊറ്റ കാര്യം, അതിനുശേഷം ഒന്നിലധികം വേദികളിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ സർക്കാരിലെ മന്ത്രിമാരുൾപ്പെടെ അദ്ദേഹത്തെ പൊന്നാടയണിക്കുകയും കുമാരനാശനേക്കാൾ വലിയ ജനറൽ സെക്രട്ടറിയാണെന്ന് അദ്ദേഹത്തെ പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്, മുഖ്യമന്ത്രി ഉൾപ്പെടെ. നിങ്ങൾ ചർച്ച ചെയ്യാമെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സർക്കാരിനും CPMനും വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ഒരു എതിരഭിപ്രായമില്ല. ശ്രീ അജിംസെ, വെള്ളാപ്പള്ളിയെക്കുറിച്ച് ചർച്ച ചെയ്യണോ? നിങ്ങൾ ആ ടൈറ്റിലിൽ ചർച്ച വെക്ക്, നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ആ ചർച്ച ഇവിടെ സംഘടിപ്പിക്കേണ്ട കാര്യമില്ല, അതിനോട് സഹകരിക്കാൻ അവിടെ താല്പര്യമില്ല. പങ്കെടുത്തു, നേരത്തെ പങ്കെടുത്തില്ലെങ്കിൽ ആയിരുന്നു വരാൻ പോകുന്ന പ്രശ്നം. ശരി, ഞാൻ തിരികെ വരാം. ശ്രീ ഷാബു പ്രസാദില്ലെങ്കിലായിരുന്നു നിങ്ങൾ ഈ ചർച്ച നടത്തി. ഷാബു പ്രസാദ്, സംഘപരിവാർ ഇതിന് ബദലായി സംഗമങ്ങൾ വയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ബദലായി സംഗമം വയ്ക്കുമെന്ന് പറയുമ്പോഴും BJP അതിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴും ഒരുപക്ഷെ BJPയുടെ ഏറ്റവും വലിയ പോസ്റ്റർ ബോയിയായ യോഗി ആദിത്യനാഥ് ഈ സംഗമത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നു. അവിടെ BJPയുടെ ഈ ബദൽ സംഗമം പാളിയില്ലേ? ഒരു സംസ്ഥാന ഗവൺമെന്റ് ഔദ്യോഗികമായി മറ്റൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക്
അവർ അവർ സംഘടിപ്പിക്കുന്ന ഒരു ഫംഗ്ഷനെ ക്ഷണക്കത്തയക്കുമ്പോൾ അതിനൊരു മറുപടി അയക്കുക, ആശംസ അയക്കുക എന്നുള്ളത് ഒരു സുജനമര്യാദയാണ് ജിംസെ. അതിനകത്ത് പങ്കെടുക്കുന്നില്ല എന്നുള്ളതല്ല. അത് ഈ ലോകത്ത് ഒരു ഫോർമാലിറ്റിയാണ്. ഈ ലോകത്ത് നടക്കേണ്ട ഒരു മര്യാദയാണത്. അതിനിപ്പം നാളെ ഇനിയിപ്പോൾ ഒരുപക്ഷെ അവിടെ UP-യിൽ ഇതിൻ്റെ മറ്റൊരു പരിപാടി നടക്കുമ്പോൾ ഇപ്പോഴത്തെ ഇവിടെ അദ്ദേഹം ശ്രീ ഗോപൻ സൂചിപ്പിച്ചു, ഇവിടെ ഇതിൻ്റെ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ ചില ഉദ്ഘാടനത്തിന് CPM-ന്റെ ആൾക്കാരെ വിളിച്ചു, കേരള മുഖ്യമന്ത്രിയെ വിളിച്ചു. അവർക്ക് വരാൻ സാധിക്കില്ല എന്നുള്ളത് മര്യാദയുടെ ഭാഷയിൽ അവരത് അറിയിക്കുകയും ചെയ്തു. ഇതൊക്കെ ഈ ലോകത്ത് നടക്കുന്ന കാര്യമാണത്. അത്രേ ഉള്ളൂ. ഇവ ശ്രീ ഗോപൻ പറഞ്ഞതുപോലെ ഷാബു, ഈ CPM രാമജന്മഭൂമി ശിലാന്യാസത്തിൽ പങ്കെടുക്കാത്തത് രാഷ്ട്രീയ കാരണം ചൂണ്ടിക്കാട്ടിയാണ്. ഇദ്ദേഹം പങ്കെടുക്കാത്ത അങ്ങനെ രാഷ്ട്രീയ കാരണം കൊണ്ടല്ല. ഇനി വാട്ട് എവർ ഇറ്റ് മേ ബി, ഒരു ഫംഗ്ഷൻ ഒരാൾ വിളിക്കുമ്പോൾ, ഗവൺമെന്റ് എന്നല്ല, ഒരു ഫംഗ്ഷൻ ഒരാൾ വിളിക്കുമ്പോൾ അതിനോട് മര്യാദയുടെ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് എന്താണ്, ലോകമര്യാദയാണത്. അതിനെ ആ രീതി മാത്രം കണ്ടാൽ മതി. അത് BJP-ക്ക് ക്ഷീണമാണോ മറ്റേതാണോ മറിച്ചാണോ, അല്ലാതെ എന്താ പറയേണ്ടത്, പോയി പണി നോക്കണം. അല്ല ഷാബു, വി എൻ വാസവൻ ആ സന്ദേശം പ്രത്യേകമായി സദസ്സിൽ ഉദ്ധരിക്കുന്നത് ക്ഷീണിപ്പിക്കാൻ വേണ്ടിയാണ്. അതുപോട്ടെ, അവർക്ക് നിലനിൽക്കണമെങ്കിലും ഇപ്പൊ ഒരു കാര്യമുണ്ട്. ഇപ്പം രാഹുൽ ഗാന്ധിക്ക് ഇപ്പം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ദിവസം മോദി 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 എന്നൊരു 10 പ്രാവശ്യം പറഞ്ഞാലേ അദ്ദേഹത്തിന് നിലനിൽക്കാൻ കഴിയുള്ളൂ. ഞാൻ ഈ ഭാഗവത്തിലെ അജാമുടമോക്ഷം എന്ന് പറയുന്നൊരു കഥയുണ്ട്. പരമദുഷ്ടനായ ഒരു മനുഷ്യൻ ജീവിതത്തിൽ അവസാന അന്ത്യശ്വാസം വലിച്ചു കിടന്നപ്പോൾ മകനായ നാരായണനെ നാരായണ എന്ന് വിളിച്ചു. പറഞ്ഞ ഒരൊറ്റ പേരിൽ അദ്ദേഹത്തിന് മോക്ഷം കിട്ടി എന്ന ഒരു കഥ ഭാഗവതത്തിലുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇവർ ഈ ഇരിപ്പിലും നടപ്പിലും ഉറക്കത്തിലും എല്ലാം മോദി, അമിത്ഷാ, യോഗി ആദിത്യനാഥ് ഇങ്ങനെ നാമം ജപിക്കുന്ന പോലെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എങ്കിലും ഒരു ഗുണം അവർക്ക് ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ, അത്രേ ഉള്ളൂ. അതിനെ അത്രേ കാണുന്നുള്ളൂ. പിന്നെ നിങ്ങളിത് എന്തുദ്ദേശത്തിലാണ്, എന്തർത്ഥം, അതിന് നിങ്ങൾക്ക് പ്രത്യേക അജണ്ട ഉണ്ടാകും. ഇത് മതാതീതമായ ഒരു, അത് ഞങ്ങളുടെ അജണ്ട ഒന്നും അല്ല ശ്രീ ഷാബു പ്രസാദ്. സർക്കാർ വിശദീകരിച്ച അങ്ങനെയാണ്. സർക്കാർ ദേവസ്വം ബോർഡ് വിശദീകരിക്കട്ടെ, നടക്കട്ടെ. അത് അവരുടെയൊക്കെ നിലനിൽപ്പിന് അത് ഞങ്ങളുടെ അജണ്ടയാണെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് അവരോട് ചോദിക്കുക. UP മുഖ്യമന്ത്രിക്ക് അവർ ഒരു ക്ഷണക്കത്തയച്ചു. അദ്ദേഹം മര്യാദയുടെ ഭാഷയിൽ അതിന് റെസ്പോണ്ട് ചെയ്തു. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. അതിന് ഇനിയും ഇത് ശബരിമല എങ്ങനെയാണ് ഈ മതാതീതമാകുന്നത്? അതും 100% ഒരു ഹിന്ദു ദേവാലയമാണ്, ഹിന്ദു ക്ഷേത്രമാണ്, ഹിന്ദു റിച്വൽസ് ആണ്. അങ്ങനെ ആ രീതി നടക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് അത് മതാതീതമാകും, മതേതരമോ അല്ല. 100% മതാധിഷ്ഠിതം തന്നെയാണത്. എല്ലാ ജാതിമത ഭേദമന്യേ, അല്ല മതഭേദമന്യേ അവിടെ ആൾക്കാർക്ക്, വിശ്വാസികൾക്ക് അവിടെ വരാൻ കഴിയും, ആരാധിക്കാൻ കഴിയും. അതുകൊണ്ട് മാത്രം അത് മതേതരമോ മതാതീതമോ ഒന്നും ആകുന്നില്ല. ശബരിമല 100% ഒരു ഹിന്ദു ക്ഷേത്രമാണ്, ഹിന്ദു ദേവാലയമാണ്, ഹിന്ദു ധർമ്മം അനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ദാറ്റ്സ് ഓൾ. അതിനെ ഇനിയും വേറൊരു രീതിയിലൊന്നും ചിത്രീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇവരുടെയൊക്കെ നിലനിൽപ്പിന്റെ പ്രശ്നം. പിന്നെ ഈ സംഗമം, ഈ അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ ഈ കോപ്പറേറ്റീവ് നടത്തിയതിന്റെ ഉദ്ദേശം അവരുടെ രഹസ്യ അജണ്ടയിൽ അവർ വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അതായത് ഈ NSS-ന്റെയും SNDP-യുടെയും ഈ രണ്ട് ജാതി സംഘടനകളുടെ സ്വാർത്ഥമതികളായ നേതാക്കളുടെ അവരുടെ വികാരം, അവരുടെ സ്വാർത്ഥതയെ മുതലെടുത്തുകൊണ്ട് ഒരു സമുദായത്തിന്റെ ഇലക്ഷൻ എടുത്ത സമയത്ത് ഒരു സമുദായങ്ങളുടെ സപ്പോർട്ട് ലഭിക്കാൻ വേണ്ടി നടത്തിയ ഈ കോപ്പറേറ്റീവ് നാടകത്തിൽ ആ അജണ്ടയിൽ ഇടതുമുന്നണി വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. SNDP-യെയും വെള്ളാപ്പള്ളി നടേശനെയും സ്വാർത്ഥം എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ? കാരണം അവർ NDA-ക്കും ഒരു കഷ്ണം കൊടുത്തിട്ടുണ്ട്. BDJS എന്നൊരു കഷ്ണം NDA-ക്ക് കൊടുത്തവരാണ്. മനസ്സിലാക്കിയ എവിടെ കഷ്ണം കൂടുതൽ കിട്ടുന്നോ അങ്ങോട്ട് പോകുക. എവിടെയാണോ സാധ്യത നോക്കുന്നത് അവരങ്ങോട്ട്. NDA-ക്ക് BDJS ഉണ്ടാക്കി കൊടുത്തത് എന്തോ സ്വാർത്ഥ ലാഭത്തിലായിരുന്നോ ഷാബു? അവർക്ക് സമൂഹത്തിനോടും അവർ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന ആ സൊസൈറ്റിയോടോ സമൂഹത്തിനോടോ ഒന്നും ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത വർഗമാണവർ.
അവർക്ക് അവരുടെ കാര്യം മാത്രമാണ്, അവരുടെ ആ കുറച്ച് നേതാക്കന്മാരുടെ അങ്ങനെയുള്ളവരുടെ സുഖജീവിതവും അവരുടെ സുരക്ഷിതത്വവും മാത്രമാണ് പ്രശ്നം. അതിനു വേണ്ടിയിട്ട് അവർ ഈ സാമുദായ താല്പര്യങ്ങൾ, സമുദായത്തിനെ അവർ എല്ലാ രീതിയിലും ഷാബു പറയുന്നത് ബി ഡി ജെ രൂപീകരിച്ച് ആ വോട്ട് മുഴുവൻ NDAക്ക് കൊടുക്കുന്നതും അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ്, അല്ലാണ്ട് BJPയുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ മുന്നണിയുടെ ഭാഗമായി ആളുകളെ നന്നാക്കാനല്ല എന്നാണ്. അവരെന്തിനാണ് BJPയുടെ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത്? അവർക്ക് അവരുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അകത്ത് രാഷ്ട്രീയമായ ലാഭനഷ്ടങ്ങളും രാഷ്ട്രീയമായ നേട്ടങ്ങളും ഒക്കെ നോക്കി BJP അതിൻ്റെതായ നിലപാടെടുക്കുന്നു. ഞാൻ BJP റെപ്രസെന്റ് ചെയ്യാത്തതുകൊണ്ട് എനിക്കിത് തുറന്നു പറയാൻ പറ്റും. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഒരാൾ BJPയുടെ ഔദ്യോഗികമായ വിഭാഗത്തിലുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ എന്നെ പോലെ പറയാൻ സാധിച്ചില്ല എന്ന് വരും. അല്ലാതെ ഇവരാരും ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് അങ്ങ് ത്യാഗം സഹിച്ച് എല്ലാം നഷ്ടപ്പെട്ടിറങ്ങിയിരിക്കുന്നവരൊന്നും അല്ല. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇത് തന്നെയാണ് അതിന്റെ. ഇവിടെ മുസ്ലിങ്ങളെ അങ്ങ് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്ന പറഞ്ഞാൽ മുസ്ലിം ലീഗ് എന്താണ്? അതിന്റെ കുറെ നേതാക്കന്മാർക്കും ആ പാർട്ടിക്കും അവർക്ക് സുഖമായിട്ട് ജീവിച്ചു പോകണം, അതിനു വേണ്ടിയിട്ട് ആ സമുദായത്തിനെ ആ സാമുദായിക വികാരത്തെ അവർ ഗംഭീരമായിട്ട് ഉപയോഗിക്കുന്നു. അതാണ് വാസ്തവം. അത് NSS ഉപയോഗിക്കുന്നുണ്ട്, SNDP ഉപയോഗിക്കുന്നുണ്ട്. ഈ നാട്ടിലുള്ള സർവമാന കാക്കത്തൊള്ളായിരം ജാതി സംഘടനകളും സാമുദായിക സംഘടനകളും അത് ചെയ്യുന്നുണ്ട്. അതാണ് അതിന്റെ വാസ്തവം. അതിന്റെ അക്കാര്യത്തിൽ ഇവിടുത്തെ പ്രബലമായ 2 സമുദായ സംഘടനകളാണ് ഈ പറഞ്ഞ പോലെ NSSഉം SNDPയും ഈ പറഞ്ഞ പോലെ KPMSഉം ഒക്കെ. അവരെ കൊണ്ടുവന്ന് അവരുടെ സപ്പോർട്ട് നേടുന്നതിൽ LDF ഇതിൻ്റെ അകത്ത് വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ കാര്യത്തിൽ കോൺഗ്രസ് ഒരുപാട് ഭയപ്പെടേണ്ടതുണ്ട് എന്നും കരുതുന്നു. അല്ലാതെ നമ്മളിപ്പോൾ അവർക്ക് തന്നെ അറിയാം 4500 പേര് രജിസ്റ്റർ ചെയ്തു, ആകെ 400 പേരെ വന്നുള്ളൂ. ഇതൊന്നും അവരുടെ വിഷയമല്ല. ഇത് വലിയ സംഭവമാണ് എന്ന രീതിയിൽ ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യാനും അവരുടെ എക്കോസിസ്റ്റത്തിലൂടെ അതിന് വലിയ പ്രചാരം കൊടുക്കാനും ഈ പറഞ്ഞ ഇവരുടെയൊക്കെ ആ പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ സമുദായങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഒക്കെ കഴിയും എന്ന് ഇവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ അപ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 400 പേരെ വന്നിട്ടുള്ളൂ എന്നൊക്കെ നാളെ ഒരു ദിവസം കൊണ്ട് ആൾക്കാർ മറക്കും. 1-2 ദിവസത്തെ ട്രോള് കൊണ്ട് അതെല്ലാം തീരും സോഷ്യൽ മീഡിയയിൽ. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളും നിലനിൽക്കും. ഇവരുടെ ഇത് ഡോക്യുമെന്റഡ് ആണത്. അവർക്ക് അത് തീർച്ചയായും കോൺഗ്രസും BJPയും ശ്രദ്ധിക്കേണ്ടതാണ്. അവരെ അതത്ര നിസ്സാരമല്ല അത്. അതുകൊണ്ട് അവരുടെ രഹസ്യ അജണ്ടയെ സംബന്ധിച്ചിടത്തോളം LDF അതിൻ്റെ അകത്ത് വിജയിച്ചിട്ടുണ്ട്. ശരി, ഡോക്ടർ TS ശ്യാംകുമാർ, ഷാബു പ്രസാദിന്റെ വാക്കുകൾ വളരെ അടിവരായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഈ സംഗമം കോൺഗ്രസിന് ക്ഷീണമാണ്. ആ സമുദായങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ CPMന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ CPMന്റെ ലക്ഷ്യം ഇനി അതാണെന്ന് തന്നെ വയ്ക്കുക. അതാണ് എന്ന് സർക്കാർ CPM പറയുന്നില്ല എങ്കിൽ പോലും അങ്ങനെ ഒരു ലക്ഷ്യമാണ്. ആ സമുദായങ്ങളിലേക്കുള്ള ഔട്ട്റീച്ച് വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ ഇന്ന് അവിടെ നടന്ന പരിപാടികൾ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ നോക്കുക. മുഖ്യമന്ത്രിയുടെ പ്രസംഗം, ആദിത്യനാഥിൻ്റെ കത്ത് വായിക്കൽ, വെള്ളാപ്പള്ളി നടേശൻ ആ വേദിയിൽ കിട്ടിയ ഒരു പ്രാമുഖ്യം, അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു ഓർക്കസ്ട്രേറ്റ് ചെയ്ത പരിപാടിയായി അതിനെ കാണാൻ പറ്റുമോ? നമ്മൾ ഇതിവിടെ വിശേഷിപ്പിക്കപ്പെട്ടൊരു കാര്യം വെച്ചാൽ ഇതൊരു മതേതര സംഗമമാണ് എന്നൊരു അവകാശവാദം നമ്മൾ കേട്ടു. മതേതര സംഗമമാകണമെങ്കിൽ ഈ പറയുന്ന രീതിയിൽ വ്യത്യസ്ത മതവിശ്വാസികൾ, വ്യത്യസ്ത വിശ്വാസ പന്താവുകളുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കണമല്ലോ. യഥാർത്ഥത്തിൽ ശബരിമല അറിയപ്പെടുന്നത് അയ്യപ്പൻ്റെയും വാവരുടെയും പേരിലാണ്. അയ്യപ്പൻ്റെയും വാവരുടെയും ഒരു സൗഹൃദ സംഗമത്തിൻ്റെ കേന്ദ്രം കൂടിയാണ് ശബരിമല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ശബരിമലയിൽ വാവരുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ വാവരുടെ പ്രതിനിധിയായിട്ട് ആരെങ്കിലും ഈ മതേതര സംഗമത്തിൽ, നമ്മുടെ കോട്ടാൻകോട്ട് മതേതര സംഗമത്തിൽ പങ്കെടുത്തിരുന്നെങ്കിൽ അതിനെ നമുക്ക് ഡോക്ടർ TS ശ്യാംകുമാർ, ഈ എരുമേലിയിലെ പള്ളിയുടെ ഭാരവാഹികൾ 2 പേർ ആ സംഗമത്തിൽ പങ്കെടുത്തിരുന്നു. അങ്ങയുടെ അറിവിലേക്ക് പറയുകയാണ്, ആ പള്ളിയുടെ ഭാരവാഹികൾ 2 പേർ പങ്കെടുത്തിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് തീർച്ചയായിട്ടും ചിലപ്പോൾ എൻ്റെ ഈ പറഞ്ഞ രീതിയിൽ അങ്ങനെ ഒരു സംഗതി ചിലപ്പോൾ പങ്കെടുത്തിട്ടുണ്ടാവാം. പക്ഷേ ഈ പൊതുസമൂഹത്തിലേക്ക് സൃഷ്ടിക്കപ്പെടുന്ന ഒരു സന്ദേശമുണ്ടല്ലോ. ഞാൻ ആ പ്രധാനപ്പെട്ട വേദിയിൽ ഈ പറയുന്ന ഭാരവാഹികൾ ഉണ്ടായിരുന്നോ? എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. പ്രധാനപ്പെട്ട വേദിയിൽ, ഉദ്ഘാടന വേദിയിൽ അവരുണ്ടായിരുന്നോ? അവർ സംസാരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അവർ സംസാരിക്കാൻ അവർക്ക് അവസരമില്ലാത്തത്? നമ്മൾ ഒരു പ്രധാനപ്പെട്ട വേദി, വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ഒരാൾ സംസാരിക്കുന്നു. പക്ഷേ മതേതര സംഗമം എന്നറിയപ്പെടുന്ന ഒരു വേദിയിൽ എന്തുകൊണ്ട് ഒരു മുസ്ലിം പ്രതിനിധിക്ക് സംസാരിക്കാൻ അവസരം കിട്ടുന്നില്ല
എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന 3000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്, അതിൽ തീർച്ചയായിട്ടും ഉണ്ടാവും, അത് തീർച്ചയായിട്ടും ഞാനും അംഗീകരിക്കുന്നു. പക്ഷേ ഒരു പ്രധാനപ്പെട്ട വേദിയിൽ അവർ വരിക എന്നുള്ളത് ഒരു 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 അടയാളവാക്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. പക്ഷേ ഞാൻ ഇതിന് ഉന്നയിക്കാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ഇതൊന്നുമല്ല. പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ശബരിമലയുടെ മാസ്റ്റർ പ്ലാനും അതുപോലെ തന്നെ മറ്റ് വിവിധ വിഷയങ്ങളും ചർച്ച ചെയ്യാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി VN വാസവനും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രിയും വെളിവാക്കി കഴിഞ്ഞു. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ശബരിമല വികസനത്തെ സംബന്ധിച്ച് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന വാദങ്ങളൊക്കെ അംഗീകരിക്കാമെങ്കിലും യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ആർക്കാണ് പ്രയോജനം? കേരളത്തിലെ പിന്നോക്കക്കാർക്കോ കേരളത്തിലെ ദളിതർക്കോ ആദിവാസികൾക്കോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൊണ്ട് എന്താണ് പ്രയോജനമെന്നാണ് സുപ്രധാനമായ ചോദ്യം. ആ ചോദ്യം ഉന്നയിക്കപ്പെടുമ്പോഴാണ് ഈ പ്രശ്നത്തിൻ്റെ കാമ്പും കരളും നമുക്ക് തിരിഞ്ഞു കിട്ടുക. ശബരിമലയിൽ അബ്രാഹ്മണ മേൽശാന്തി നിയമിതനാകണം, അതാ കേസ് ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അയ്യപ്പ സംഗമത്തിൻ്റെ ഈ ഒരു ചർച്ച വരുമ്പോഴത്തേക്ക് ശബരിമലയിൽ ഒരു അബ്രാഹ്മണ മേൽശാന്തി നിയമനത്തെ സംബന്ധിച്ച് ഉള്ള ചർച്ചകൾ കടന്നു വരാത്തത്? എന്തുകൊണ്ടാണ് ശബരിമലയിൽ ഈ പൊന്നമ്പലമേട്ടിൽ വിളക്ക് തെളിയിക്കുന്നത് സംബന്ധിച്ച് അതുപോലെ തന്നെ മലയരയരുടെ ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് ഇവിടെ ചർച്ച ചെയ്യാത്തത്? ഇവിടെ ഷാബു പ്രസാദ് സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ശബരിമല ഒരു ഹിന്ദു ക്ഷേത്രമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ ഹിന്ദു ക്ഷേത്രം എന്ന് പറയുമ്പോൾ നാരായണ ഗുരുസ്വാമി പറയുന്നൊരു പ്രധാനപ്പെട്ട വാക്യമുണ്ട്, ഹിന്ദു മതമെന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് ഗുരുസ്വാമി പറയുന്നത്. ഞാൻ എൻ്റെ വിവക്ഷകളിലേക്ക് സമ്പൂർണ്ണമായിട്ട് കടക്കുന്നില്ല. ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് വ്യത്യസ്തമായി ഇപ്പോൾ ഈഴവ സമുദായത്തിൽപ്പെട്ട ചീരപ്പഞ്ചർക്കാർക്കുള്ള അവകാശങ്ങളുണ്ട്, മലയരെ സമുദായങ്ങൾക്കുള്ള അവകാശമുണ്ട്. അപ്പോൾ ഹിന്ദു ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് അവസാനം സംഭവിക്കുന്നത് എന്താണ്? ഈ പറയുന്ന ബ്രാഹ്മണരുടെ ആചാര അനുഷ്ഠാനങ്ങളും മാത്രം അവിടെ നടപ്പിൽ വരികയും ബാക്കിയുള്ളവരുടെ വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ സമ്പൂർണ്ണമായിട്ടും പുറന്തള്ളപ്പെടുന്ന ഒരവസ്ഥാവിശേഷമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ വിളക്ക് കൊളുത്തുന്ന ആരാണ്? ശബരിമല തന്ത്രിയാണ് വിളക്ക് കൊളുത്തുന്നത്. അതൊക്കെ തീർച്ചയായിട്ടും അതിൻ്റെ ഈ ശബരിമല അയ്യപ്പ സംഗമം എന്നുള്ള പേരിൽ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാം. പക്ഷേ യഥാർത്ഥ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറയുന്ന ദളിതരും ആദിവാസികളും പിന്നോക്കക്കാരും ഒക്കെ പുറന്തള്ളപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷം തന്നെയാണ് അവിടെ ഉള്ളത്. അത് ശബരിമലയെ സംബന്ധിച്ചും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും ഒക്കെ തന്നെ പിന്നോക്കക്കാരെയും ശക്തമായിട്ട് അവിടെ വെള്ളാപ്പള്ളി നടേശൻ ഒരു പിന്നോക്ക സമുദായത്തിന്റെ നേതാവാണ്, അവിടെ പുന്നല ശ്രീകുമാർ പിന്നോക്ക സമുദായത്തിന്റെ നേതാവാണ്. അങ്ങനെ പൂർണ്ണമായും പുറന്തള്ളിയെന്ന് സർക്കാരിനെ വിമർശിക്കാൻ കഴിയില്ല. അതെ, അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതായത് ടോക്കൺ പോലെ ഇവർ ഉൾക്കൊള്ളുന്നതിലല്ല പ്രശ്നം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കോളേജുകളിലും സ്കൂളുകളിലും എത്ര ആദിവാസികളും എത്ര ദളിതരും എത്ര ഈഴവരും ഉണ്ട് അധ്യാപകരായിട്ട്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അഡ്മിനിസ്ട്രേറ്റീവ് തസ്തികകളിലും ഉദ്യോഗ തസ്തികകളിലും എത്ര പിന്നോക്കക്കാർ എത്ര ദളിതർ എത്ര ആദിവാസികളുണ്ട്? അപ്പോൾ ആത്യന്തികമായിട്ടൊരു മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ ഒരു വികസന പ്രക്രിയയൊക്കെ നടക്കുമ്പോൾ ആ വികസന പ്രക്രിയയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നവരായിട്ട് ദളിതരും ആദിവാസികളും മാറുന്നു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിനിധാനങ്ങൾ അവിടെ തീർച്ചയായിട്ടും കാണും. ഡോക്ടർ അംബേദ്കർ പ്രതിനിധാനത്തെ പറ്റി പറയുന്നുണ്ട്. ശക്തമായ പ്രതിനിധാനം എന്നാണ് ഡോക്ടർ BR അംബേദ്കർ പറയുന്നത്. ശക്തമായ പ്രതിനിധാനം. ഏതെങ്കിലും ഒരു പ്രതിനിധാനം ഇവിടെ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഈ സമുദായങ്ങളുടെ ആവശ്യത്തെ സർക്കാരിൻ്റെ മുമ്പിൽ കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കുന്നവരായിരിക്കണം പ്രതിനിധാനമായിട്ട് അവിടെ കടന്നു വരേണ്ടത്. അപ്പോൾ പുന്നലയും വെള്ളാപ്പള്ളിയൊക്കെ പ്രതിനിധാനങ്ങളായിട്ട് കടന്നു വരുമ്പോൾ ഈ പറയുന്ന ദളിതരുടെയും ആദിവാസികളുടെയും പിന്നോക്കക്കാരുടെയും ശരിയായ ആവശ്യങ്ങളെ സർക്കാരിന് പോയി പ്രതിഫലിപ്പിക്കാൻ കഴിയുമ്പോൾ മാത്രമേ അവർ ഈ പറയുന്ന ദളിതരുടെയും പിന്നോക്കക്കാരുടെയും ആവശ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ നമ്മൾ വാർത്തകളിലൂടെ ഞാൻ കണ്ടൊരു കാര്യമാണ്, നമ്മൾ ഈ ഭഗവത്ഗീത കോട്ട് ചെയ്ത ഒരു കാര്യം ഇവിടെ അജിംസാദ് ആ കോട്ടിങ് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് കടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഈ പറയുന്ന ഭഗവത്ഗീത അംഗീകരിച്ചാണ് ഭഗവത്ഗീതയിലെ ഭക്തിപരമായ കാര്യങ്ങൾ അടിസ്ഥാനത്തിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഈ ഭഗവത്ഗീതയിൽ തന്നെയാണ് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന് പറയുന്നത് ഈ ഗീതയിൽ തന്നെയാണ്. ചാതുർവർണ്ണ്യത്തെ ജാതി വ്യവസ്ഥയെ സൃഷ്ടിച്ചത് ഞാൻ തന്നെയാണെന്നാണ് ഗീതയിൽ പറയുന്നത്. സ്വധർമ്മോ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ എന്ന് ഗീതയിൽ തന്നെയാണ് പറയുന്നത്. അതായത് ബ്രാഹ്മണന്റെ ധർമ്മം മാത്രമേ ബ്രാഹ്മണൻ ചെയ്യാൻ പാടുള്ളൂ എന്നും ശൂദ്രന്റെ ഈ പറയുന്ന പാദസേവ എന്ന് പറയുന്ന ധർമ്മം അത് ചെയ്ത് ജീവിതകാലം മുഴുവൻ ജീവിക്കണമെന്നാണ് ഗീത പറയുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഗീത ജാതി വ്യവസ്ഥയും ചാതുർവർണ്ണത്തെയും പരിപാലിക്കുകയും മുന്നോട്ടെടുക്കുകയും ചെയ്തൊരു പുസ്തകമാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എടുത്തു വെച്ചിട്ട് നമുക്ക് ഭക്തിയെ നിർവചിക്കാൻ കഴിയില്ല. ഇപ്പം നോക്കൂ, നമുക്ക് ഈ പറയുന്ന ഇന്ന് കേരളത്തിൽ എല്ലാവർക്കും ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്താൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അത് ഭഗവത്ഗീത ഉള്ളത് കൊണ്ടല്ല, ഇന്ത്യയിലൊരു ഭരണഘടന ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഉയർത്തിപ്പിടിക്കേണ്ടത് ഭഗവത്ഗീതയല്ല,
നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് ഭരണഘടനാ ജനാധിപത്യത്തെയും ഭരണഘടനാ ധാർമ്മികതയുമാണ്. അല്ലാതെ ഭഗവത്ഗീതയിലെ ഭക്തിയോ ഭഗവത്ഗീതയിലെ ഏതെങ്കിലും കാര്യമൊന്നും അല്ല ഇന്ന് കേരളത്തിൽ ശബരിമലയിലേക്ക് തന്നെ എല്ലാ ജനങ്ങൾക്കും പ്രവേശിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് കാരണമെന്ന് പറയുന്ന ഭഗവത്ഗീതയിലെ ഭക്തി സൂക്തങ്ങളൊന്നും അല്ല. ടി എസ് ശ്യാംകുമാർ, അങ്ങനെയെങ്കിൽ ഷാബു പ്രസാദ് ഇവിടെ ഉന്നയിച്ചൊരു കാര്യമുണ്ടല്ലോ. ഷാബു പ്രസാദ് ഉന്നയിച്ചൊരു കാര്യം, ശബരിമല ഒരു ഹിന്ദു ക്ഷേത്രമാണ്, അതായത് ഒരു മതസ്ഥാപനമാണ്, ഒരു മതത്തിന്റെ തീർത്ഥാടന കേന്ദ്രമാണ്. ആ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഒരു സംഗമം സർക്കാരോ ദേവസ്വം ബോർഡോ നടത്തുമ്പോൾ അതിനെ അവിടെ ഉദ്ധരിക്കുക, പിന്നെ ഗീതയല്ലാതെ പിന്നെ മറ്റെന്ത് ഉദ്ധരിക്കും? ഇവിടെ ഗീത ഉദ്ധരിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ തിരുവിതാംകൂർ നമ്മൾ നോക്കൂ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങൾ, ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ എങ്ങനെയാണ് ഇന്ന് ഈ പറയുന്ന പുലയരും പറയരും മറ്റുള്ള ജാതിയിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇന്നും ശാന്തിക്കാരായിട്ട് ക്ഷേത്രങ്ങളിൽ പ്രവേശിച്ചിട്ടുണ്ടല്ലോ, ശാന്തിക്കാരായിട്ട് ജോലി നേടിയിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വിപ്ലവകരമായ കേരള സർക്കാരിൻ്റെ വിപ്ലവകരമായ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ശാന്തിക്കാർക്ക് നിയമനം കിട്ടിയത്. ഏത് തന്ത്രസമുച്ചയത്തിൻ്റെ ഏത് ഭഗവത്ഗീതയുടെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ ശാന്തിക്കാരായി പ്രവേശിച്ചത്? ഭഗവത്ഗീതയോ തന്ത്രസമുച്ചയമോ അല്ല കേരളത്തിലെ ആദിവാസികൾക്കും ദളിതർക്കും പൂജാരിമാരായി രംഗപ്രവേശം ചെയ്യാൻ അനുവാദം കൊടുത്തത്. അവർക്ക് പൂജാരിമാരായി രംഗപ്രവേശന അനുവാദം കിട്ടിയത് നാരായണ ഗുരുസ്വാമികളുടെയും ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെയും പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ്. അല്ലാതെ ഭഗവത്ഗീത നമ്മുടെ കയ്യിലോട്ട് വെച്ചതൊന്നും അല്ല. ഈ സ്വാതന്ത്ര്യമൊക്കെ തന്നെ ഭഗവത്ഗീതയും തന്ത്രസമുച്ചയമൊക്കെ തന്നെ ദളിതരുടെയും ആദിവാസികളുടെയും ആത്മാഭിമാനത്തെയും അവകാശത്തെ സമ്പൂർണ്ണ റദ്ദ് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഭഗവത്ഗീത കോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭരണഘടനാ വിരുദ്ധമായൊരു കാര്യമാണ്. അത് പറയാൻ കാരണം ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഗീതയെ വിശേഷിപ്പിച്ചത് ഒരു പ്രതിവിപ്ലവം എന്നാണ്. ഗീത ഒരു പ്രതിവിപ്ലവമാണെന്നാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഭഗവത്ഗീതയെ പറ്റി പറഞ്ഞത്. കാരണം ബുദ്ധിസത്തിലൂടെ കൊണ്ടുവന്ന യാഗയജ്ഞാതി കർമ്മ പാരമ്പര്യങ്ങൾക്കെതിരായി ബ്രാഹ്മണിസത്തിനെതിരായി ഉദയം ചെയ്തു വന്ന വിമോചനാത്മകമായ ഒരു ആശയത്തെ, ആ ബുദ്ധിസത്തെ തകർക്കാൻ വേണ്ടി ബ്രാഹ്മണിസം കൊണ്ടുവന്നതാണ് ഗീതയെന്ന് ഡോക്ടർ ബി.ആർ. അംബേദ്കർ വളരെ കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. അതുകൊണ്ട് ഗീത ഒരു പ്രതിവിപ്ലവമാണ്. ഗീത ഒരു പ്രതിവിപ്ലവമാണ്. കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാരായണ ഗുരുസ്വാമികളും പൊയ്കയിൽ അപ്പച്ചനും മഹാത്മാ അയ്യങ്കാളിയും പോരാടി നേടിത്തന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം മുതലായ ആശയങ്ങളെ റദ്ദ് ചെയ്യുന്നൊരു പരിപാടിയാണ് ഗീതയെ ഉദ്ധരിക്കുന്നതിലൂടെ നടന്നതെന്നുള്ളതാണ്. അത് പാടില്ലാത്തൊരു കാര്യമായിരുന്നു. ശരി. അപ്പം യഥാർത്ഥ ഭക്തന്റെ ലക്ഷണം പറയുമല്ലോ, യഥാർത്ഥ ഭക്തൻ. ഇതെങ്ങനെയാണ് ഭക്തന്റെ മാനദണ്ഡം എങ്ങനെ നിശ്ചയിക്കും? നമ്മൾ എങ്ങനെയാണ് ഭക്തന്റെ മാനദണ്ഡം നിശ്ചയിക്കുക? ഭക്തി ഓരോരുത്തരുടെ അന്തരംഗത്തിലല്ലേ. എങ്ങനെയാണ് നമുക്ക് ഒരാളുടെ ഭക്തി നിശ്ചയിക്കാൻ കഴിയും? ഒരാൾ യഥാർത്ഥ ഭക്തനാണ്, യഥാർത്ഥ ഭക്തനല്ലെന്ന് ആര് തീരുമാനിക്കും? ഇതിന് വല്ല സഭ വല്ലതും ഉണ്ടോ? അപ്പോൾ ഇത് ഭഗവത്ഗീത അടിസ്ഥാനമായ ബ്രാഹ്മണ ഭക്തിയെ പറ്റിയാണ് പറയുന്നത്. അത് പറയുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ഭക്തിയെ പറ്റി ഭഗവത്ഗീത പറയുന്നേ ഇല്ല. ഇതല്ലേ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഭരണഘടനാ ധാർമ്മികതയെ വെല്ലുവിളിക്കുകയാണ് ഗീത ഉദ്ധരിക്കുന്നതിലൂടെ ചെയ്യുന്നത് എന്ന അടിസ്ഥാനപരമായി ചരിത്ര യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ഗീതയെപ്പറ്റി നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞ ഒരു വാക്യം കൂടി ഉദ്ധരിച്ച് ഞാൻ അവസാനിപ്പിക്കാം. നാരായണ ഗുരുസ്വാമികൾ നടരാജ ഗുരുവിനോട് പറഞ്ഞു, ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം. ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കുക. അതുകൊണ്ട് ഗുരുവിൻ്റെ ഈ വാക്കുകൾ നമ്മൾ മറന്നു പോകരുത്. നമ്മൾ തരാതരം പോലെ അവസരം വരുമ്പോൾ മഹാത്മാ അയ്യങ്കാളിയെ പുകഴ്ത്തുക, അവസരം വരുമ്പോൾ ഗുരുവിനെ പുകഴ്ത്തുക, മറ്റൊരവസരത്തിൽ നാരായണ ഗുരുവിനെയും മഹാത്മാ അയ്യങ്കാളിയും ഡോക്ടർ ബി.ആർ. അംബേദ്കറെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് മഹാഭാരതവും രാമായണവും ഭഗവത്ഗീതയൊക്കെ ഉയർത്തിപ്പിടിക്കുക. യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ദളിതരോടും ആദിവാസികളോടും പിന്നോക്ക ജനതയോടും കഷ്ടപ്പെടുന്നവരോടും പാർശ്വവൽക്കരിതരോടുള്ള ഒരു നിന്ദ്യമായ പുറന്തള്ളൽ ഹിംസയുടെ സൂചനയാണ് ഗീത ഉയർത്തിപ്പിടിക്കുന്നതിലൂടെ ചെയ്തത്. അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്കിത് അംഗീകരിക്കാൻ കഴിയില്ല. ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഭരണഘടന ഉയർത്തിപ്പിടിച്ചത് യഥാർത്ഥത്തിൽ ഗീതയെ സമ്പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് ഗീതയെ എടുത്തുകൊണ്ട് വരുന്നു എന്നതിൻ്റെ അർത്ഥം ബ്രാഹ്മണിസത്തെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അത് കേരളം അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനായിട്ട്. അതിഥികളിലേക്ക് തിരികെ ശ്രീ നിജേഷ് അരവിന്ദ്, ഷാബു പ്രസാദ് ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കൂ. രണ്ട് പ്രധാനപ്പെട്ട സമുദായങ്ങളിലേക്ക് സർക്കാരിന് CPM-ന് ഉള്ള ഒരു ഔട്ട്റീച്ച് എന്ന അർത്ഥത്തിൽ ഈ പരിപാടി വിജയമാണ്. അത് കോൺഗ്രസിനെ ക്ഷീണം ചെയ്യും എന്നാണ്. അത് രണ്ട് തെരഞ്ഞെടുപ്പുകൾ മാസങ്ങൾക്കുള്ളിൽ വരാൻ പോകുന്ന കേരളത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ഇവൻ്റാണ് കഴിഞ്ഞു പോയത്. കോൺഗ്രസ് അതിനെ അങ്ങനെ കാണുന്നുണ്ടോ? കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ തിരിച്ചറിയുന്നതിൽ ശ്രീ ഷാബു പ്രസാദിൻ്റെ പരിമിതിയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. NSSൻ്റെ ഏതെങ്കിലും പ്രതിനിധിയോ SNDPയുടെ പ്രതിനിധിയോ സർക്കാർ വിളിച്ച ഒരു പരിപാടിക്കകത്ത് പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് ഒരു സമുദായത്തെ മൊത്തമായി ഹൈജാക്ക് ചെയ്ത് അവരുടെ കൊട്ടയിലേക്ക് ആക്കി വെക്കാൻ പറ്റുമെന്ന ഒരു ഭാഷ, ഒരു നെറേറ്റീവ്, അതൊരു യാഥാർത്ഥ്യമല്ല. അതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള യാതൊന്നുമില്ല. യാഥാർത്ഥ്യം ഇന്നലകളിലൂടെ നടന്നതാണ്. ശബരിമലയ്ക്കകത്ത് ഈ സർക്കാർ സൃഷ്ടിച്ച പ്രതിസന്ധികളാണ് ജനങ്ങളുടെ മുന്നിലുള്ളത്. അതനുസരിച്ച് ജനങ്ങൾ പോകും. എനിക്ക് അതിനേക്കാളേറെ എന്നെ വേദനിപ്പിച്ചത് CPM-ൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രതിനിധി വന്ന് പറയുന്നതാണ്, യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയല്ലേ വന്നിട്ടുള്ളത്. മിസ്റ്റർ CPM-ൻ്റെ പ്രതിനിധി, നിങ്ങൾ
നിങ്ങളൊന്ന് മനസ്സിലാക്ക്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെയാണ് ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കുന്നത്? ആരാണ് യോഗി ആദിത്യനാഥ്? കേവലം ഒരു മുഖ്യമന്ത്രി മാത്രമാണോ? ഇന്ത്യ രാജ്യത്തെ സംഘപരിവാറിന്റെ ഐക്കണാണ് യോഗി ആദിത്യനാഥ്. അയോധ്യയ്ക്ക് ശേഷം കാശിയാണ് അടുത്ത ലക്ഷ്യം. ഗ്യാൻവ്യാപി പള്ളിക്കകത്ത് ശിവലിംഗം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ പള്ളിയെ സർവേ ചെയ്ത് ആ പള്ളിയെ നാളെ അമ്പലമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന സംഘപരിവാറിന്റെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ഐക്കണാണ് യോഗി ആദിത്യനാഥ്. ഇന്ത്യ രാജ്യത്ത് ആ സ്റ്റേറ്റിനകത്ത് മുസാഫർപൂരിലെ ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിലടിപ്പിച്ച് പരസ്പരം ഉണ്ടാക്കിയ കലാപം കൊണ്ട് ഒരു വലിയ വർഗീയ വംശഹത്യ സൃഷ്ടിച്ച് അവിടെ അധികാരത്തിൽ വന്ന മനുഷ്യനാണ് യോഗി ആദിത്യനാഥ്. ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ ആരെ വിളിച്ചാലും ശരി, ഈ യോഗി ആദിത്യനാഥിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ വിളിച്ചു കൊണ്ടുവന്ന് അതിന്റെ കത്ത് മഹാസംഭവമാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു, ഈ രാഷ്ട്രീയ പാർട്ടി എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയപരമായ ഒരു പാലമിടലായിരിക്കാം, അല്ലെങ്കിൽ 4 വോട്ടായിരിക്കാം, പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് ഈ രാജ്യത്തെ പ്രത്യേകിച്ചും കേരളത്തിലെ മതേതര മനസ്സിനോടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് വെള്ളാപ്പള്ളി നടേശൻ പ്രശ്നമായിരിക്കില്ല, പക്ഷെ ഞങ്ങൾക്ക് പ്രശ്നമാണ്. കേരളത്തിനകത്ത് വളരെ പരിഭാവനമായി നിൽക്കുന്ന മതേതര സങ്കല്പത്തിനകത്ത് ജീവിക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരന്റെ മനസ്സിനകത്തേക്ക് വർഗീയത സൃഷ്ടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ നിരന്തരമായി വിഷം തുപ്പുന്ന ഒരു മനുഷ്യനെ കാറിൽ കൊണ്ടുവന്ന് അവിടെ അണിയിച്ച് അവിടേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, സംസാരിക്കാൻ രണ്ടാമത്തെ അവസരം. നിങ്ങൾ പറയുന്ന പ്രോട്ടോകോൾ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള മറ്റ് മന്ത്രിമാർ ജനപ്രതിനിധികൾ പ്രസംഗിക്കേണ്ടതിന് പകരം നിങ്ങൾ ഏറ്റവും അധികം വേദി കൊടുത്ത് കൊണ്ടുവന്നത് ഈ വെള്ളാപ്പള്ളി നടേശനെയാണ് എന്നുള്ളത് കേരളത്തിലെ മതേതര മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട്. മിസ്റ്റർ ഗോപൻ, നിങ്ങളത് മനസ്സിലാക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കാതിരിക്കുകയല്ല, നിങ്ങൾ ഉറക്കം നടിക്കുകയാണ്. നിങ്ങളെ വിളിച്ചുണർത്താൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് കുറച്ചു കാലം നിങ്ങൾ ഉണ്ടാക്കിയ പ്രീണനത്തിനപ്പുറത്തേക്ക് ഇപ്പം നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ആരോ പറഞ്ഞു പറ്റിച്ചതാണ്, ഇങ്ങനെയൊക്കെയാണ് വരേണ്ടത്. നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ, ശബരിമല വിഷയത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ, ഇന്ന് PS പ്രശാന്ത് വിളിച്ച ശരണം വിളിക്ക് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ശബരിമലയിൽ നിങ്ങൾ ചെയ്ത തെറ്റ് ഏറ്റുപറയുക. സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തെ തിരുത്തുക. നിങ്ങൾ അവിടെ കൊടുത്ത കേസ്, നിങ്ങൾ ഏറ്റെടുത്ത കേസ്, നടത്തിക്കൊണ്ടിരിക്കുന്ന കേസ് അത് പിൻവലിക്കുക. നിങ്ങൾ അവിടെ സ്ത്രീകളെ കൊണ്ടുവന്ന് കേരളത്തിനകത്ത് ഒരു വിഭാഗീയതയും പ്രശ്നവും സൃഷ്ടിച്ച് തെറ്റായിരുന്നു, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പൊതുജന സമക്ഷം പറയുക. അതിനുശേഷം നിങ്ങൾ പറയുന്നത് സ്പിരിച്വൽ ടൂറിസം, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ഏതാണല്ലോ. പ്രിയപ്പെട്ട ഗോവൻ, കേരളത്തിനകത്ത് ശബരിമലയ്ക്കകത്തേക്ക് ആള് വരാത്ത പ്രശ്നമില്ല. ഈ ശബരിമല യുവതീ പ്രവേശം ഒരു അടഞ്ഞ അധ്യായമാണ്, കഴിഞ്ഞ അധ്യായമാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ബിന്ദു അമ്മിണിയെ പോലുള്ളവരെ ഈ സംഗമത്തിൽ പങ്കെടുപ്പിക്കില്ല എന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞിട്ടുണ്ട്. ഈ 2 വാക്കുകൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പരോക്ഷമായി സമ്മതിക്കുക. എന്തുകൊണ്ട് അജിംസ്, എന്തുകൊണ്ട് എനിക്ക് തെറ്റുപറ്റി പോയി കഴിഞ്ഞാൽ തെറ്റുപറ്റി എന്ന് പറയാൻ എന്താ പ്രയാസം? ബിന്ദു അമ്മിണി എന്ന് പറയുന്ന ഒരാളെ കേരളത്തിനകത്തേക്ക് രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഉയർത്തി കൊണ്ടുവന്ന ഏറ്റവും തലയിൽ വെച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. അന്ന് അവർക്ക് അതായിരുന്നു ശരി. ഇന്നത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാൻ എന്താ പ്രയാസം? കഴിഞ്ഞ അധ്യായവും അടഞ്ഞ അധ്യായമല്ല. കേരളത്തിലെ ഒരുപാട് ആളുകൾ അതിന്റെ പേരിൽ കോടതി കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അജിംസെ, ഇന്നും കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? കോടതി കേസ് പിൻവലിക്കട്ടെ. ഇതേ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം സുപ്രീം കോടതിക്കകത്ത് ഇപ്പോൾ ണ്ട്. അവർ നിലപാട് മാറ്റട്ടെ, അതല്ല നിലപാട് മാറ്റം. അല്ലാതെ കുറച്ച് ആളുകൾ 7 കോടി ചെലവിൽ പമ്പയ്ക്ക് എടുത്ത് ഒരാളെ വിളിച്ച് 4000 ആൾക്ക് സദ്യ ഒരുക്കിക്കൊണ്ട് ഞങ്ങളിതാ മഹാസംഭവമാക്കുന്നു, 3 സെഷൻ വെച്ചു, സെഷനിൽ ഒരുപാട് ആളുകൾ പങ്കെടുത്തു എന്ന് അദ്ദേഹം പറയുന്നു. പങ്കെടുത്തില്ല എന്നുള്ളത് തെളിവ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്പിരിച്വൽ ടൂറിസത്തിൽ 318 ആളുകൾ. കേരളത്തിൽ എന്തിനാണ് സ്പിരിച്വൽ ടൂറിസം? ശബരിമലയ്ക്കകത്ത് ആൾ വരാത്തതല്ല, അവിടെ ആളുകൾക്ക് വരാനുള്ള സൗകര്യമില്ലാത്തതാണ് പ്രശ്നം. അതാണ് മാസ്റ്റർ പ്ലാൻ. എത്രയോ കാലമായി പറയുന്ന മാസ്റ്റർ പ്ലാനിൽ എല്ലാ ഭാഷയിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് തെറി കേട്ട ഒരേ ഒരു സ്ഥലമല്ലേ ശബരിമല. എല്ലാ ഭാഷക്കാരും വന്ന് മുഖ്യമന്ത്രിയെ തെറി വിളിച്ചത് അവിടുത്തെ അടിസ്ഥാന സൗകര്യത്തിന്റെ പ്രശ്നമാണ്. അതങ്ങ് പരിഹരിച്ചാൽ പോരെ. എന്തിനാണ് അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു പരിപാടി നടത്തേണ്ടത്? അയ്യപ്പന്മാർക്ക് അയ്യപ്പൻ എന്ന് പറയുന്നത് 41 ദിവസം വ്രതമെടുത്തുകൊണ്ട് കാനന പാതയിലൂടെ അവിടെ എത്തി ദർശനം കിട്ടുമ്പോൾ കിട്ടും അവന്റെ സംതൃപ്തിയാണ് പ്രശ്നം. അല്ലാതെ ശീതീകരിച്ച ഹോളിനകത്ത് ഭക്ഷണം കഴിച്ച് പിരിയുന്നതിന്റെ പേരല്ല അയ്യപ്പ സംഗമം. അതിന് ആഗോള അയ്യപ്പ സംഗമം എന്ന പേര് വിടേണ്ട കാര്യമില്ല. ഒരു മതേതരത്വം മതവിശ്വാസത്തിൽ കിടക്കട്ടെ. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ശബരിമല മതേതരത്വത്തിന്റെ, ഷാബു പ്രസാദ്, മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ സൂചനയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. വാവരുടെ പള്ളിയാണെങ്കിലും അർത്തുങ്കൽ പള്ളിയാണെങ്കിലും ശരി, അത് മതേതരത്വത്തിന്റെ സൂചനയാണ്. ഏറ്റവും വലിയ മുമ്പോട്ട് വെക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അവിടെ നിങ്ങൾ ഹിന്ദു ദേവാലയം എന്ന് പറയേണ്ട, അവിടെ ആർക്കും കയറാം. നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ ആർക്കും കയറാം, എരുടി കെട്ടുമായിട്ട് ആർക്കും കയറാം. അതൊന്നും അവിടെ പ്രയാസമില്ല. പക്ഷേ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് പകരമായിക്കൊണ്ട് ഇതിനെ കച്ചവട വസ്തുവാക്കാനുള്ള ശ്രമമാണ് CPM നടത്തിയിട്ടുള്ളത്. ആ കച്ചവട വസ്തുവിലേക്കുള്ള ബ്രാൻഡ് അംബാസഡർ ആയിക്കൊണ്ടാണ് യോഗി ആദിത്യനാഥിനെ കൊണ്ടുവന്നത് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രയാസം. ശരി, ശ്രീ PK ഗോപൻ, നോക്കൂ, ഈ സംഗമത്തിന് മുമ്പ് സർക്കാരും ദേവസ്വം മന്ത്രിയും എല്ലാം മുമ്പോട്ട് വെച്ച ആശയം ശബരിമല എന്ന് പറയുന്ന ആ തീർത്ഥാടന കേന്ദ്രത്തെ ലോകത്തിന് മുന്നിൽ ഷോക്കേസ്. ഇന്ന് മുഖ്യമന്ത്രി ആ വേദിയിൽ പ്രസംഗിക്കുന്ന ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയും മതാതീതമായ ഒരു തീർത്ഥാടന കേന്ദ്രം ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? കാരണം അർത്തുങ്കൽ പള്ളിയിൽ പോകുന്നു ശബരിമല ഭക്തർ,
പാവൂർപള്ളിയിൽ കാണിക്കയിടുന്നു ശബരിമല ഭക്തർ. ഇത് ലോകത്തിനൊരു മാതൃകയാണ്. ഈ മാതൃകയെ ഷോക്കേസ് ചെയ്യണമെന്ന് പറയുന്ന അത്രയും ഉന്നതമായ ചിന്തയുള്ള ഒരു വേദിയിലാണ് ഇവിടെ വിമർശിക്കപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സംഗമത്തിന്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്നു. പി കെ ഗോപൻ, ഇതിൽ ഈ വന്ന വിമർശനങ്ങളെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനകത്ത് യോഗി ആദിത്യനാഥിൻ്റെ വരവിനെക്കുറിച്ച് കോൺഗ്രസ്സിനുള്ള ആശങ്ക മനസ്സിലാവും. കാരണം ഈ രാമക്ഷേത്രം നിർമ്മിക്കാൻ ഔദ്യോഗികമായിട്ട് അതിൻ്റെ സെൻട്രൽ ഗവൺമെൻറ് തീരുമാനമെടുത്ത് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കോൺഗ്രസ്സിനെ ക്ഷണിക്കുമ്പോൾ കോൺഗ്രസ് ചെല്ലില്ല എന്ന് പറഞ്ഞില്ല. കോൺഗ്രസ്സിന് ദിശാബോധം ഉണ്ടാക്കി കൊടുത്തത് CPIM ആണ്. CPIMൻ്റെ ജനറൽ സെക്രട്ടറിയെ ക്ഷണിക്കാൻ ചെന്നപ്പോഴാണ് ഇത് ഒരു ഗവൺമെൻറ് നേരിട്ട് നടത്തേണ്ട ഒരു കാര്യമല്ല ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം, അതുകൊണ്ട് അങ്ങനെ ഒരു സമീപനം എടുക്കാൻ CPM തയ്യാറായപ്പോഴാണ് കോൺഗ്രസ് അതിൻ്റെ ക്ഷണത്തെ നിരസിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചത്. രണ്ടാമത്, ഈ യോഗി ആദിത്യനാഥ് വളരെ കൃത്യമായി ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് അയച്ച മെസ്സേജിനോടുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ വർഗീയതയെ നമ്മുടെ രാജ്യത്തെ എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ മുമ്പന്തി നിൽക്കുന്ന പാർട്ടിയാണ് CPM. അതുകൊണ്ട് യോഗി ആദിത്യനാഥിൻ്റെ പ്രശ്നം വെച്ച് ശബരിമല അയ്യപ്പ സംഗമത്തിൻ്റെ ശോഭ കെടുത്താൻ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി പരിശ്രമിക്കേണ്ട. ഇന്ത്യ രാജ്യത്ത് 12 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെയും ഈ 16ഓളം PCC പ്രസിഡന്റുമാരെയും 435 MLA MP ഗണത്തിൽപ്പെട്ടവരെയും കേരളത്തിലെ 2 മുഖ്യമന്ത്രിമാരുടെയും മക്കളെ അയച്ച് BJPയെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ അഡ്വൈസ് തൽക്കാലം CPM അക്കാര്യത്തിൽ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അടുത്തൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ശ്രീ ശ്യാംകുമാർ, ഡോക്ടർ TS ശ്യാംകുമാർ പറഞ്ഞ ചില കാര്യത്തെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്തെവിടെയായാലും നമ്മൾ ഈ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുമ്പോൾ യാന്ത്രികമായിട്ട് അവതരിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം മഹാഭാരതത്തിലെയും രാമായണത്തിലെയൊക്കെ ഉദ്ധരണികൾ ഡോക്ടർ ശ്യാംകുമാറും എന്നെപ്പോലുള്ളവരും നമ്മുടെ രാജ്യത്തെ വിവിധ തരത്തിൽ പ്രശ്നങ്ങളെ അനലൈസ് ചെയ്യുന്നവരും എല്ലാം കോട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ കോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഭഗവത്ഗീത ഉൾപ്പെടെ ഉയർത്തിപ്പിടിക്കുന്ന ഭക്തരെന്ന് അഭിമാനിക്കുന്ന കുറച്ച് ആളുകൾ അവിടെ അക്രാമകമായി ഭക്തിയെ കാണാൻ പരിശ്രമിച്ചപ്പോൾ, ഭക്തിയെ ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിലേക്ക് ഉയർത്തി മാറ്റാൻ ശ്രമിച്ചപ്പോൾ, ഭക്തിയെ വളരെ ശക്തമായി രാഷ്ട്രീയ ആയുധത്തിന് ഉപയോഗിച്ചപ്പോഴാണ് ഭഗവത്ഗീതയിലെ ഒരു ഉദ്ധരണി, ഭക്തൻ എങ്ങനെയായിരിക്കണം, അയാൾ അക്രമകാരിയായിരിക്കരുത്, ക്ഷമയുള്ളവനായിരിക്കണം, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന ആളായിരിക്കണം, ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെ ഉയർത്തിപ്പിടിച്ചത്. ഭഗവത്ഗീതയുടെ ഒരുപാട് സിദ്ധാന്തത്തോട്, പ്രത്യേകിച്ചും ചാതുർവർണ്ണയം മയാസൃഷ്ടമെന്നുള്ള ഭഗവത്ഗീതാ സിദ്ധാന്തത്തോട്, ഈ വർണ്ണങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന സിദ്ധാന്തത്തോട്, ഇതിനോടെല്ലാം ശക്തമായി നമ്മൾ എല്ലാ കാലത്തും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ഡോക്ടർ BR അംബേദ്കർ ആ ഭഗവത്ഗീതയെ വിമർശിച്ചതും മനുസ്മൃതി കത്തിച്ചതും അദ്ദേഹം 5000 വർഷത്തെ ഇന്ത്യ രാജ്യത്തെ ജാതിയുടെ ചരിത്രത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിൽ ഉയർത്തിപ്പിടിച്ച മഹത്തായ ആശയങ്ങളുടെ ഒരു സമുച്ചയമാണ് ഇന്ത്യൻ ഭരണഘടന. ആ ഇന്ത്യൻ ഭരണഘടനയാണ് ശബരിമല വിഷയകാലത്ത് നമ്മളെല്ലാവരും ഉയർത്തിപ്പിടിച്ചത്. അവിടെ മനുഷ്യരുടെ ഈക്വാളിറ്റി, ഈക്വൽ റൈറ്റ്സ്, അതുതന്നെയാണ് ശബരിമല സത്യവാങ്മൂലത്തിൽ പോലും നിഴലിച്ചു വന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഭഗവത്ഗീതയെ കോട്ട് ചെയ്തത് ഭഗവത്ഗീതയുടെ ബ്രാൻഡ് അംബാസഡർ ഭഗവത്ഗീത ഉൾപ്പെടെ ഏത് നിലപാട് CPM-നും സർക്കാരിനും ദേവസ്വം ബോർഡിനും ഇപ്പോഴും ഉണ്ടെങ്കിൽ ബിന്ദു അമ്മിണിയെ പോലുള്ളവരെ ഞങ്ങൾ ഇതിലേക്ക് ക്ഷണിക്കില്ല എന്ന് VN വാസവൻ പറഞ്ഞത് എന്തിനാണ്? അല്ല, ഒരു കാര്യം ആദ്യം അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചിലരൊക്കെ വിശദീകരിക്കുമ്പോൾ ഈ ബിന്ദു അമ്മിണി ലോകത്ത് ജീവിച്ചിരിക്കാൻ പറ്റാത്തൊരു നികൃഷ്ട ജീവിയല്ലോ ആണോ എൻ്റെ കോൺഗ്രസ് പ്രതിനിധി? ബിന്ദു അമ്മണിക്ക് രാജ്യത്ത് അവകാശങ്ങളൊന്നുമില്ലേ? അതോ അവര് ദളിത് സമുദായത്തിൽ പറഞ്ഞതുകൊണ്ട് അവർ മോശക്കാരിയാണ്? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എത്ര മോശമായിട്ടാണ് അതുകൊണ്ട് ആ ഒരു ശൈലിയിലുള്ള ചർച്ച നടത്തുന്നത്? അല്ല, ഞാൻ പറയട്ടെ, ബിന്ദു അമ്മയുടെ പ്രശ്നം എന്താന്ന് പറയാം. ഞാനല്ല ശ്രീ ഗോപൻ പറഞ്ഞു. അജിത്, ബിന്ദു അമ്മിണിയുടെ പ്രശ്നം എന്താണ്? ദേവസ്വം മന്ത്രി ബിന്ദു അമ്മിണിയുടെ പ്രശ്നം പറഞ്ഞ എന്തുകൊണ്ടാ? ബിന്ദു അമ്മിണിയെ ഒരു പ്രതീകമായിട്ട് അവതരിപ്പിക്കുന്ന ഇപ്പോൾ, അതായത് സ്ത്രീ പ്രശ്നത്തിനെതിരായി, സ്ത്രീ ശബരിമലയിൽ കയറുന്നതിനെതിരായിട്ട് കേരളമാകെ ഉയർന്നു വന്ന ഒരു വികാരത്തിനെതിരായി നിന്ന ആളാണ് ബിന്ദു അമ്മിണി. ഇപ്പോൾ അവിടെ അത്തരം ഒരു വിഷയമില്ല. അതുകൊണ്ടാണ് ബിന്ദു അമ്മിണിക്ക് എൻട്രൻസ് ഇല്ലാത്തത്.
ബിന്ദു അമ്മണിയെ അങ്ങനെ ഒരു പ്രതിനിധിയായിട്ട് പ്രതിനിധാനമായിട്ട് അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് ആ പ്രശ്നമുള്ളത്. അതല്ലാതെ വേറെ എന്തിന്റെ പേരിലല്ല. ബിന്ദു അമ്മണി നികൃഷ്ട ജീവിയൊന്നുമല്ല. ബിന്ദു അമ്മണിയെ ഒരു കാര്യം ഞാൻ പറയാം, അതിൽ ഒരു തരത്തിലുള്ള സങ്കീർണതയില്ല. 2025 നല്ല മലയാളത്തിൽ പറഞ്ഞുതരാം. അജിംസ് എനിക്ക് അതിനുള്ള ഉത്തരമാണ് ഈ ബിന്ദു. അതാ പറഞ്ഞേ, ആ നിലപാട് പറയാവുന്നേ. അജിംസ് ഒരു സമയം തന്ന ഏത് നിലപാട് വേണമെങ്കിലും പറയാം. ബിന്ദു അമ്മണിയെ അവിടെ പ്രവേശിപ്പിച്ചത് യഥാർത്ഥത്തിൽ CPM അല്ല. ബിന്ദു അമ്മണി, രഹന ഫാത്തിമ ഇവരൊക്കെ അവിടെ ഈ സമരം നടത്തിയിരുന്നവർ തയ്യാറാക്കി കൊണ്ടുവന്ന ബിംബങ്ങളാണ്. അതുകൊണ്ട് അവർ നികൃഷ്ടജീവികളൊന്നും ആവുന്നില്ല. ഇനി നിലപാട് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം. ശ്രീ അജിംസെ, ഞങ്ങൾ കൊടുത്ത നിലപാട് ഗവൺമെന്റിനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഇന്നും അന്നും ആ നിലപാടിൽ മാറ്റമില്ല. കൊടുത്ത നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തെവിടെ പുരുഷന്മാർക്ക് റൈറ്റ്സ് ഉണ്ടോ അവിടെ സ്ത്രീകൾക്ക് റൈറ്റ്സ് ഉണ്ട്. എന്നാൽ ഒരു ആരാധനാലയം എന്നുള്ള തരത്തിൽ ശബരിമലയിൽ മറ്റൊരു വിശ്വാസം നിലനിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് ഹിന്ദു സന്യാസ ശ്രേഷ്ഠരുമായിട്ട് ആലോചിച്ച് കോടതി തീരുമാനിക്കണം. ഞങ്ങളുടെ നിലപാട് ഈക്വൽ റൈറ്റ്സ് ആണ്. പുരുഷന് സാമീപ്യമുള്ളിടത്ത് സ്ത്രീകൾക്ക് സാമീപ്യമുണ്ട്. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഇനി ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, സുപ്രീം കോടതിയിൽ ഞാൻ പറഞ്ഞു തരട്ടെ, സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ നിലനിൽക്കുകയാണ്. ആ റിവ്യൂ പെറ്റീഷൻ നിലനിൽക്കുന്നിടത്തോളം കാലം ഇപ്പോൾ അവിടെ സ്ത്രീ പ്രവേശനത്തിന് പ്രസക്തിയില്ല. കോടതി പറയട്ടെ എന്താണ് CPM അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ് നിലപാട്, ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഞങ്ങളുടെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ, ആർക്കാണോ അവിടെ കയറണമെന്ന് ആഗ്രഹമുള്ളത് അവരുടെ ആഗ്രഹമാണ് മുമ്പിൽ വരേണ്ടത്. അതായത് 10 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് കയറണമെന്ന് മഹാഭൂരിപക്ഷം സ്ത്രീകൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് കയറാം. ഞങ്ങളല്ല കയറണമെന്നും പറഞ്ഞു പോയത്. പ്രമീള കുമാരി ആരാ? BJPയുടെ ലീഗൽ സെൽ സെക്രട്ടറി. ഭയ്യ ജോഷി ആരാ? RSSന്റെ അഖിലേന്ത്യാ നേതാവ്. ഇവരുടെ ടീമാണ് സുപ്രീം കോടതിയിൽ പോയി അവിടെ വാദിച്ചത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന സ്ഥലത്ത് സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നില്ല, അങ്ങനെ പ്രവേശിപ്പിക്കണമെന്ന് വാദിച്ച അവരാണ്. ഇനി ഇതിന് പിന്തുണ കൊടുത്ത ഒരാളുടെ പേരൂടെ പറയാം. ഈ വിധി പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാ. ഇതിന് പിന്തുണ കൊടുത്ത സംഘടനയുടെ പേര് RSS എന്നാ. ഇത് വാർത്തയായിട്ട് കൊണ്ടുവന്നിട്ട് ആവേശപൂർവ്വം റിപ്പോർട്ട് ചെയ്തത് ജന്മഭൂമി പത്രമാണ്. അപ്പൊ ഇവരൊക്കെയാണ് ഈ കോൺഗ്രസിന്റെ പ്രതിനിധി പറയട്ടെ, കോൺഗ്രസ് അന്നെടുത്ത നിലപാട് ശരിയായിരുന്നു തെറ്റാന്ന് പറയട്ടെ. ഞങ്ങളുടെ അന്നത്തെ നിലപാട് അത് തന്നെ, ഇന്നത്തെ നിലപാട് അത് തന്നെ. കോടതി വിധി വന്നപ്പോൾ ആ കോടതി വിധി പരിപാലിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഒരു അഭിപ്രായം തേടിയപ്പോൾ കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോഴും CPMന്റെ നിലപാട് എന്നാണ് PK ഗോപൻ പറയുന്നത്. ശ്രീ ഷാബു പ്രസാദ് നോക്കൂ, അതാണ് നിലപാട്. ആ നിലപാട് എപ്പോഴും CPM ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അത് തന്നെയാകും ഇനിയും നിലപാട്. ഇനിയൊരു കോടതി വിധി വന്നാൽ ആ കോടതി വിധി അനുകൂലമാണ്, അത് നടപ്പാക്കും. അതായത് ലിംഗസമത്വമാണ് CPMന്റെ കാലത്തെ നിലപാട്. അല്ലാതെ അവിടെ ആരെങ്കിലും കയറ്റാനോ ഇറക്കാനോ ഒന്നും അവർ തയ്യാറല്ല. ഇത് അവരുടെ ഒരു സുപ്രഖ്യാപിത നിലപാടാണ്. അതിൽ ക്ലാരിറ്റി ഉണ്ട്. ഈ ക്ലാരിറ്റി ഉള്ളതോടൊപ്പം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി സർക്കാരിനോടൊപ്പം നിലയുറപ്പിക്കുന്നത്. സർക്കാരിൻ്റെ നവോത്ഥാന സമിതി ചെയർമാനായിരിക്കുന്നത്, NSSന്റെ പ്രതിനിധി പരിപാടിയിൽ പങ്കെടുത്തത്. അപ്പോൾ കുറെ കൂടി ക്രെഡിബിലിറ്റി ഈ സമുദായങ്ങൾക്കിടയിൽ CPMനും സർക്കാരിനും ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞ കാര്യം ഇപ്പൊ ഇവിടെ ഈ എങ്ങനെയാണ് ഈ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത് ജിംസെ? നിരന്തരമായ അവർ സൃഷ്ടിച്ചെടുത്ത അവരുടെ ഒരു എക്കോസിസ്റ്റത്തിലൂടെ അതൊരു വലിയ ചർച്ചാ വിഷയമാക്കി നിർത്തി ഏത് പെരും നുണയെയും സത്യമാകുന്ന രീതിയിൽ അവതരിപ്പിക്കാനും അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും കഴിയുന്ന ഒരു വലിയ നുണ ഫാക്ടറിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. അതിലവർ വലിയ പരിധിയോളം, വളരെ വലിയ പരിധിയോളം അവർ വിജയിച്ചിട്ടുണ്ട്. അത് അക്കാര്യത്തിൽ അവരെ അഭിനന്ദിച്ചേ മതിയാവുകയുള്ളൂ. ഈ ക്രെഡിബിലിറ്റി എന്നൊക്കെ പറയുന്ന സാധനം അങ്ങനെ ഉണ്ടാവുന്ന അല്ല. എന്താണ് ഈ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്? എത്ര വലിയ പെരും നുണയെയും ആത്മവിശ്വാസത്തോടെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഏത് മാധ്യമങ്ങളുടെ മുമ്പിലും വന്നിരുന്ന് തൊലിക്കെട്ടിയോടെ പറയാൻ കഴിയുന്ന അവരുടെ കഴിവിനെ ഞാൻ നമിക്കുന്നുണ്ടെന്നും ഒരു സംശയവുമില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഞാൻ ആ സംഭവത്തിനെയും വ്യക്തികളെയൊന്നും പരാമർശിക്കുന്നില്ല. ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഉൾപ്പെട്ട പോലെയുള്ള കേസുകളിൽ ഇപ്പോൾ CPM എടുത്തിരിക്കുന്ന ആ ഒരു ഇത് കണ്ടില്ലേ? അക്കാര്യത്തിൽ ഞാൻ അവരെ അഭിനന്ദിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഞാനതിനെ അങ്ങനെയൊക്കെ കാണുന്നുള്ളൂ. അവർക്കറിയാം ഇന്ന് പറഞ്ഞത് നേരെ നാളെ തിരിച്ചു പറഞ്ഞാൽ അത് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നവർക്കറിയാം. നമ്മൾ കണ്ടതല്ലേ എന്തായിരുന്നു ആ ശബരിമല പ്രക്ഷോഭകാലത്ത്? ആ സമയത്ത് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ മറ്റേ സ്വരാജ് അയ്യപ്പന്റെ കല്യാണം നടത്തിയില്ലേ? അയ്യപ്പന്റെ കല്യാണം നടന്നു. ഇവിടെ പബ്ലിക്കായിട്ട് പ്രസംഗിച്ചതാണ്.
ഈ ബിന്ദു അമ്മിണിയെയും ആ രഹന ഫാത്തിമയൊക്കെ ഒരു എന്താ പറഞ്ഞത്, അത് BJP-ക്കാർ കൊണ്ടുവന്നതാണ്. ഇവരെ കെട്ടിയെടുത്ത് ആ സന്നിധാനത്തിൽ എത്തിച്ചത് ആരാണെന്ന്? കേരളത്തിന്റെ പോലീസാണ്. അന്ന് ആ കെ സുരേന്ദ്രന്റെ പേരിൽ ഇപ്പോഴും 700 കേസോ മറ്റോ ഉണ്ട്. 700 കേസ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ കേരളത്തിൽ അവർ കാട്ടിക്കൂട്ടിയതെല്ലാം പകൽ വെളിച്ചത്തിലാണ്. എന്തിനാണെന്നേ, ഇവിടുത്തെ നിയമസഭ ക്യാമറകൾക്ക് മുമ്പിൽ ലൈവായിട്ട് അടിച്ച് പൊളിച്ച് നശിപ്പിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടേ ഇല്ല എന്ന് എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് അത് വിട്. അവർ അവരുടെ ലക്ഷ്യം സാധിച്ചോ, അവരുടെ അജണ്ടയിൽ അവർ വിജയിച്ചോ എന്ന് ചോദിച്ചാൽ അവരുടെ ആ ദുഷ്ട അജണ്ടയിൽ അവർ വിജയിക്കാൻ സാധ്യതയുണ്ട്. ഷാഹു പ്രസാദ് അങ്ങനെ പറയുമ്പോൾ ഈ സമുദായങ്ങളുണ്ടല്ലോ, ഈ സമുദായ അംഗങ്ങളെ അങ്ങ് വില കുറച്ച് കാണുകയാണ്. അവരെന്താ ബുദ്ധിയില്ലാത്ത ആളുകളാണോ? ഈ എന്തെങ്കിലും മാജിക്ക് കാണിച്ചാൽ അത് വീട് പോകാൻ? അല്ലല്ല, മാജിക്കിന്റെ അല്ല. ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് ഇവിടെ കേരളത്തിലൊരു നറേറ്റീവ് ബിൽഡ് ചെയ്യുന്നത് നോക്കൂ. ഇവർക്ക് വലിയൊരു മെഷീനറി ഉണ്ട്, ഒരു നറേറ്റീവ് ബിൽഡിംഗ് ടൂൾ ഇവർക്കുണ്ട്. അത് എസ്റ്റാബ്ലിഷ്. അതിങ്ങനെ ഒരു നുണ ഇങ്ങനെ പറഞ്ഞ് 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 ഒരു 10 പേര് പറഞ്ഞ്, ഒരു 50 പേര് പറഞ്ഞ്, ഒരു മാധ്യമങ്ങളിൽ വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞ് 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 ഇതിൽ എന്തൊക്കെയോ ശരിയുണ്ടല്ലോ എന്ന ഒരു തോന്നലുണ്ടാക്കി ആ തോന്നലിനെ വളർത്തി അതിനെ അനുകൂലമാക്കി മാറ്റിയെടുക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഴിവ് അദ്വിതീയമാണ്. അങ്ങനെയാണ് ഇവർ ലോകം ഇത് അട്ടപ്പടൽ ഒരു ദിവസം വീഴും. പക്ഷെ അതുവരെ അവരതിൻ്റെ അകത്ത് വിജയിക്കും. ബംഗാളിൽ അവർ അങ്ങനെയാണ് വിജയിച്ചിരുന്നത് 10-35 കൊല്ലം അപ്രമാദിത്വത്തോടെ. അവസാനം ഇപ്പൊ പൊടി പോലുമില്ല കണ്ടുപിടിക്കാനായി. അങ്ങനെ ഒരു ദിവസം വരും. ഇവർ ആധിപത്യത്തിലിരുന്ന് എല്ലാ സ്ഥലങ്ങളിലും അത് സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിലും കുറച്ച് വൈകിയാണെങ്കിലും അത് അവരുടെ വിധി അതങ്ങനെ തന്നെയാണ്. പക്ഷെ ആ ദിവസം വരുന്നത് വരെ, അന്ന് വരെ അവർ ഈ ഒരു നുണ ഫാക്ടറിയായി വിജയിച്ച് തന്നെ നിൽക്കും. ഇതൊരു സത്യമാണത്. ചരിത്രം തെളിയിച്ചിട്ട വലിയ സോവിയറ്റ് യൂണിയൻ മുതൽ കൊച്ചു ത്രിപുര വരെ ഇവർ ഇങ്ങനെയായിരുന്നു ചെയ്തത്, അങ്ങനെയാണ് ചെയ്യുന്നതും. അത് തന്നെയാണ് ഇവർ ഈ കേരളത്തിലും ചെയ്യുന്നത്. അത് സമുദായ അംഗങ്ങളോ പൊതുജനങ്ങളോ വിഡ്ഢികളായിട്ടൊന്നുമല്ല. അവരുടെ ചിന്തയെയും ബുദ്ധിയെയും എങ്ങനെ സ്വാധീനിക്കണം എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതാണ് ചെയ്യുന്നത് തുടർച്ചയായ. ശ്രീ ടി എസ് ശ്യാംകുമാർ, നോക്കൂ, പ്രോട്ടോകോൾ പോലും ലംഘിച്ചുകൊണ്ട് ഒരു പിന്നോക്ക സമുദായ നേതാവിനെ ആദ്യം പ്രസംഗിക്കാൻ ക്ഷണിക്കുന്നു. അതിൽ ഇഷ്ടക്കേട് തോന്നിയ പളനിവേൽ ത്യാഗരാജ ഇടയ്ക്ക് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി പിന്നീട് കയറി വരുവാണ് ചെയ്തത്. അതായത് തമിഴ്നാട് മന്ത്രിയെ മാറ്റി നിർത്തി വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്നു. അപ്പോൾ അതിന് ഒരു പുരോഗമന സ്വഭാവം കാണാൻ കഴിയുമോ? ഇത് കേരളം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ വർഗീയമായ പരാമർശങ്ങൾ. മലപ്പുറം ഒരു ഭീകര പ്രദേശമാണെന്ന് പറയുക, മുസ്ലിങ്ങളെല്ലാം അപഹരിച്ചുകൊണ്ട് പോകുന്നെന്ന് പറയുക, ഇങ്ങനെയുള്ള വർഗീയമായ പരാമർശങ്ങൾ വളരെ കൃത്യമായിട്ട് കേരള സമൂഹം മുഴുവൻ കേട്ടതാണ്. നാരായണ ഗുരുസ്വാമികൾ എന്താണ് പറഞ്ഞത്? നാരായണ ഗുരുസ്വാമികൾ പ്രസംഗത്തെപ്പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്. പ്രഭാഷണങ്ങൾ ഒരിക്കലും പരവിദ്വേഷം ജനിപ്പിക്കുന്നതാകരുത്, ആളുകളെ അകറ്റുന്നതാകരുത്, ആളുകളെ പ്രവർജിക്കുന്നതാകരുത് പ്രഭാഷണങ്ങളെന്ന് നാരായണ ഗുരുസ്വാമികൾ പറയുന്നുണ്ട്. പക്ഷേ വസ്തുതാവിരുദ്ധമായി, ചരിത്രവിരുദ്ധമായി നിരന്തരം അനവധി വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്ന ഒരാൾ, അദ്ദേഹം നിരന്തരം കേരള സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്താണ് അതിലൂടെ സംഭവിക്കുന്നത്? അതിലൂടെ വിദ്വേഷ പരാമർശങ്ങൾ സാധൂകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു. ഒരിക്കൽ പോലും ഈ പറയുന്ന വ്യക്തി പറഞ്ഞ പരാമർശങ്ങൾ തെറ്റാണ്, വസ്തുതാവിരുദ്ധമാണ്, ചരിത്രവിരുദ്ധമാണെന്ന് ആരും പറയുന്നില്ല. പൊതുസമൂഹത്തിൽ ചില ആളുകൾ പറയുന്നുണ്ടെന്നല്ലാതെ ഭരണകൂടമോ നിലീന ഭരണകൂടമോ അതിൻ്റെ അധികാര വൃന്ദങ്ങളോ ഒരിക്കൽ പോലും ഇദ്ദേഹം പറഞ്ഞത് തെറ്റാണ്, ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള ഒരു സന്ദേശവും ഒരിക്കൽ പോലും അദ്ദേഹത്തിന് കൊടുക്കുന്നേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ തെറ്റായൊരു സന്ദേശം സമൂഹത്തിന് പകർന്നു കൊടുക്കുന്നു എന്ന് മാത്രമല്ല, നാരായണ ഗുരുസ്വാമികളെ തന്നെ അപമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പരിഗണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം. പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കേണ്ടതായിട്ടുള്ളത്, അത് ഈ ഹിന്ദു സന്യാസിമാരാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് എന്ന് പറയുന്നത്, നമ്മൾ എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ഈ ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് പ്രക്ഷേപിക്കുന്നത് എന്നുള്ളത് വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് ഭരണഘടനാ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യമാണ്. ഈ ഭരണഘടനാ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യത്ത് ശബരിമലയിൽ മേൽശാന്തിയാകേണ്ടതാരാണ്, അവിടേക്ക് സ്ത്രീകൾക്ക് പ്രവേശിക്കാമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഹിന്ദു സന്യാസിമാരുടെ കൂട്ടായ്മയാണോ? അതെങ്ങനെയാണ് ഈ സന്യാസിമാരുടെ കൂട്ടായ്മ തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെന്തിനാണ് ഇവിടെ ഒരു ഭരണഘടന?
അപ്പോൾ പുരോഗമന കക്ഷികളിൽ പോലും ഉള്ളവർ പോലും ആശ്രയിക്കുന്നത് ഈ പറയുന്ന ഹരിദ്വാറിലൊക്കെ നടക്കുന്ന പോലെ ധരം സൻസദിലുള്ള സന്യാസിമാരുടെ കൂട്ടായ്മയാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്ന് പറയുന്നത് ഇത്തരം ആപൽക്കരമായ ഒരു കാര്യം അവരവരുടേതായ മതസ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ശബരിമല വിധിയിലെ ആ ഡിസന്റ് നോട്ട് ഉണ്ടല്ലോ, ജസ്റ്റിസ് സിന്ധു മൽഹോത്രയുടേത്, അതായത് ഓരോ ഡിനോമിനേഷനെയും കാര്യങ്ങൾ ആ ഡിനോമിനേഷൻ തീരുമാനിക്കട്ടെ എന്നാണ് ആ ഡിസന്റ് നോട്ട്. അതെ. പക്ഷേ ശബരിമലയെ സംബന്ധിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ നോക്കൂ, ശബരിമലയെ സംബന്ധിച്ച് മലയരയർ എന്തുകൊണ്ടാണ് അവിടെ ഈ പറയുന്ന തീരുമാനങ്ങളിൽ വരാത്തത്? ചീരപ്പഞ്ചിറയിൽ ഈഴവർ എന്തുകൊണ്ടാണ് വരാത്തത്? കറുപ്പസ്വാമിയെ പൂജിക്കുന്നവരെന്താണ് വരാത്തത്? അപ്പം ഹിന്ദു സന്യാസിമാരെന്നൊക്കെ പറഞ്ഞ് ഹിന്ദുക്കളിലെല്ലാം സവർണർ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ചരിത്രത്തിൽ വർത്തമാനത്തിലെല്ലാം കാണുന്നതാണ്. ഈ പറയുന്ന ദളിതരോ ആദിവാസികളോ പിന്നോക്കക്കാരോ മലയരയരോ ഒന്നും തന്നെ തീരുമാനം എടുക്കാൻ അവരെ ആരെയും നമ്മൾ കാണുന്നില്ലല്ലോ. സവർണർ തന്നെ തീരുമാനിക്കുന്നത്. മാതാ അമൃതാനന്ദമയി സവർണ സന്യാസിയാണോ? എന്താണ് മാതാ അമൃതാനന്ദമയി സവർണ സന്യാസിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഈ പറയുന്ന ഹിന്ദു സന്യാസിമാരുടെ പരിഷത്താണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ അത് അപകടകരമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഹിന്ദു സന്യാസിമാരല്ല ഇന്ത്യയിലെ ജനങ്ങൾ, ദളിതരും ആദിവാസികളും പിന്നോക്കക്കാരും ഒക്കെ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ ഹിന്ദു സന്യാസിമാരല്ല. കേരളത്തിലെ ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശനം കിട്ടിയത് ഏതെങ്കിലും ഹിന്ദു സന്യാസിമാർ തീരുമാനിച്ചിട്ടല്ല. അത് ടി.കെ. മാധവനെ പോലെയുള്ള ആൾ പോരാട്ടം നടത്തിയിട്ടാണ്. മഹാത്മാ അയ്യങ്കാളിയെ പോലുള്ള ആളുകൾ പോരാടിയിട്ടാണ് പൊതുവഴിയിലൂടെ നടക്കാൻ കഴിഞ്ഞത്. അല്ലാതെ ഈ പറയുന്ന ബ്രാഹ്മണ മതത്തിൻ്റെ ഏതെങ്കിലും സന്യാസിമാർ താലത്തിൽ വെച്ച് തന്നതല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പൊയ്കയിൽ അപ്പച്ചനെ പോലെയുള്ളവർ നേടിത്തന്നാണ്. ഡോക്ടർ ബി.ആർ. അംബേദ്കറെ പോലെ, മഹാത്മാ ഭൂലെ പോലുള്ളവർ പോരാടി നേടിത്തന്നാണ് ഈ സ്വാതന്ത്ര്യമൊക്കെ തന്നെ. അല്ലാതെ ഏതെങ്കിലും ഈ പറഞ്ഞ കോട്ടാങ്കോട്ട് ഹിന്ദു സന്യാസിമാർ നേടിത്തന്നല്ല ഈ സ്വാതന്ത്ര്യം ഒന്നും തന്നെ. അത് നമ്മൾ മറന്നുപോകും. നാരായണ ഗുരുസ്വാമികളെ പോലെയുള്ള ശരി, സന്യാസ സ്വാമികളുടെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ സച്ചിദാനന്ദ സ്വാമിയും വരും. ഓക്കെ, കാര്യം പറഞ്ഞപ്പോഴോ ഇതൊരു ഭരണഘടനാ ജനാധിപത്യമാണ്. ഭരണഘടനാ ജനാധിപത്യം നിൽക്കുന്നിടത്ത് ഭരണഘടന തൊട്ട് സത്യം ചെയ്ത ജനപ്രതിനിധികൾ അവർക്ക് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഭരണഘടനയാണോ, മതഗ്രന്ഥങ്ങളാണോ, സന്യാസിമാരാണോ, മതങ്ങളാണോ എന്ന ഒരു നിർണായക ചോദ്യമാണ് ഡോക്ടർ ടി.എസ്. ശ്യാംകുമാർ ഉന്നയിക്കുന്നത്. വളരെ നന്ദി ശ്രീ ശ്യാംകുമാർ, നിജേഷ് അരവിന്ദ്, പി.കെ. ഗോപൻ, ശ്രീ ഷാബു പ്രസാദ്.